ഇന്ന് പകൽ ശുശ്രൂഷിക്കുവാൻ ദൈവാത്മാവ് എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നത് ദർശനത്തിലേക്ക് കടക്കുക. എൻറ്റർ ഇൻ ടു ദ വിഷൻ. ദൈവം ഒരു ദർശനം ഓരോരുത്തർക്കായി വെച്ചിട്ടുണ്ട്. ആ ദർശനത്തിലേക്ക് കടക്കുക. ഇന്ന് ഞാനൊരു കാര്യം പറയട്ടെ. ഇന്ന് നമ്മൾ ഈ മെസ്സേജ് ഇവിടെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നതിൻ്റെ മുൻപേ, മെസ്സേജിന് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിൽ മെസ്സേജിൽ കൂടെ ദൈവം പകരുവാനുള്ളതിന് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിലേക്ക് ഇന്ന് സമർപ്പിച്ച് ഈ മെസ്സേജ് ഇവിടെ അവസാനിപ്പിക്കുന്നതിൻ്റെ മുൻപേ ചിലരുടെ ജീവിതത്തിൽ സീസൺ, ഒരു പുതിയ കാലഘട്ടം, ഒരു പുതിയ കാലം, ഒരു പുതിയ സീസൺ, ദർശനത്തിൻ്റെ ഒരു പുതിയ സീസൺ ആരംഭിച്ചിരിക്കും. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാൽ നന്നായിരിക്കും. ഗുഡ്. ഇന്ന് ഇവിടെ നിന്ന് പുറത്തു പോകുന്നതിൻ്റെ മുൻപേ ചിലരുടെ ജീവിതത്തിലേക്ക് ചില വിഷൻസ്, ചില ദർശനങ്ങൾ ദൈവം റിലീസ് ചെയ്തിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ദൈവത്തിൻ്റെ അഗ്നി അതിൻ്റെ മേൽ കത്തിയിരിക്കും, ദൈവത്തിൻ്റെ കാറ്റ് അതിൻ്റെ മേൽ വീശിയിരിക്കും, ദൈവത്തിൻ്റെ ആത്മാവ് അതിൻ്റെ മേൽ ബന്ധപ്പെട്ടിരിക്കും. പക്ഷേ ഞാനൊരു കാര്യം ഉറപ്പിച്ച് തറപ്പിച്ച് സഭയെ ഓർപ്പിക്കട്ടെ, ദൈവത്തിൻ്റെ ദർശനത്തിന് വേണ്ടി ദൈവത്തിൻ്റെ കരം ചിലരുടെ മേൽ ഇന്ന് പകൽക്കാലം വന്നിരിക്കും. കരങ്ങളെ അടിച്ച് കർത്താവിനെ സ്തുതിച്ചാലും, ആ ദർശനത്തിനായി കർത്താവിനെ സ്തുതിച്ചാലും, ആ ദർശനം ഇതിൻ്റെ അകത്തൊന്ന് റിലീസ് ആകുവാൻ, ആ ദർശനത്തിലേക്ക് ചിലർ കടക്കുവാൻ, എൻറ്റർ ഇൻടു ദ വിഷൻ, ആ ദർശനത്തിലേക്ക് ചിലർ കടക്കുവാൻ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ശക്തി ഇവിടെ വ്യാപരിക്കും. സോ ദർശനത്തെക്കുറിച്ച് ആദ്യമേ ഒന്ന് രണ്ട് വാക്കുകളിൽ ചില ആശയങ്ങൾ സംസാരിച്ചിട്ട് ദൈവവചനത്തിലേക്ക് തിരിയുവാൻ ആഗ്രഹിക്കുക. വാട്ട് ഈസ് അവർ വിഷൻ? ഒരു ദർശനം എന്നാൽ എന്താണ്? ദർശനം എന്ന വാക്കുകൊണ്ട് ഇന്ന് ഞാൻ അർത്ഥമാക്കുന്ന ആ ആശയം പറയുവാൻ ആഗ്രഹിക്കുന്നു. ഓഫ് കോഴ്സ്, രാത്രിയിൽ കിടക്കുമ്പോൾ സ്വപ്നങ്ങളാൽ ദൈവം സംസാരിക്കും. ഇതിൻ്റെ അകത്ത് സ്വപ്നങ്ങൾ, ദർശനങ്ങളുള്ളവർ അനേകരുണ്ട്. പ്രൈസ് ഗോഡ് ഫോർ ദം. അങ്ങനെയുള്ളവർ സഭയ്ക്ക് ഒരു വലിയ അസറ്റാണ്. കാര്യം, ഏതെങ്കിലും ഒരു പ്രശ്നം മുൻപിൽ വരുന്നതിന് മുൻപേ ദൈവം അവരെ കാണിച്ച് ഉണർത്തും, പ്രാർത്ഥിക്കും. കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി എന്നോട് ചോദിച്ചു, പാസ്റ്റർ, ഞാൻ ഇങ്ങനൊരു സ്വപ്നം കണ്ടു, എങ്ങനെ പ്രതികരിക്കണം എന്നറിയത്തില്ല. ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞു, ഒരു ആപത്ത്, ഒരു അനർത്ഥം, ഒരു പ്രശ്നം ഒരു സ്വപ്നത്തിൽ കാണുമ്പോൾ അതിൻ്റെ അർത്ഥം അങ്ങനെ വരാൻ ഒരുങ്ങിക്കോളാനല്ല, പകരം അതിൻ്റെ അർത്ഥം അതിനെ ശാസിച്ച് പ്രാർത്ഥിച്ച് അതിൻ്റെ മേൽ ജയമെടുക്കാനാണ്. ഇല്ലെങ്കിൽ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഇല്ലെങ്കിൽ വരുമ്പോൾ അറിഞ്ഞോളുമല്ലോ. കാണിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ മേൽ പ്രാർത്ഥിച്ച് ജയമെടുക്കാനാണ്. ചിലപ്പോൾ ദൈവം ചില ആവശ്യങ്ങൾ, ചില വിഷയങ്ങൾ കാണിക്കുകയില്ല. ദാറ്റ്സ് ഓക്കെ. കാര്യം ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ, ദൈവത്തിൻ്റെ സൊവേനിറ്റി, ദൈവത്തിൻ്റെ വിശ്വസ്തതയിൽ ദൈവം കാണിക്കേണ്ടത് കാണിക്കും. പക്ഷേ സംഭവിക്കേണ്ടത് ചിലപ്പോൾ ദൈവം കാണിച്ചില്ലെന്നിരിക്കും. നമ്മൾക്ക് അതിനെ ദുഃഖിക്കാനൊന്നുമില്ല, ദൈവത്തിൻ്റെ ഹിതം നടന്നിരിക്കും. പക്ഷേ ദൈവം ചിലത് കാണിക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ഉണർന്ന് അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചാൽ അത് മാറിയിരിക്കും. ചിലപ്പോൾ ഒരു ആക്സിഡൻറ്റ് കണ്ടെന്നിരിക്കും, ചിലപ്പോൾ ഒരു അനർത്ഥം വരുന്നത് കണ്ടെന്നിരിക്കും, ചിലപ്പോൾ ഒരു പ്രയാസം വരുന്നത് കണ്ടെന്നിരിക്കും. കണ്ടുണരുമ്പോൾ എഴുന്നേറ്റ് അതിനെ ഉടനെ ക്യാൻസൽ ചെയ്തോണം. യേശുവിൻ്റെ നാമത്തിൽ പിശാചിൻ്റെ പദ്ധതികളെ ദൈവം വെളിപ്പെടുത്തിയതിനെ ക്യാൻസൽ ചെയ്യുകയാണ് എന്ന് പറഞ്ഞതിനെ ഇമ്മീഡിയറ്റ്ലി ക്യാൻസൽ ചെയ്താൽ, ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ ജനത്തിൻ്റെ വഴിയിൽ ദൈവം വലിയ അനുഗ്രഹങ്ങൾ, വലിയ കാവൽ, വലിയ നടത്തിപ്പ് തരുവാൻ എന്നും കരം പിടിച്ച് നടത്തുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അങ്ങനെ ദർശനങ്ങൾ കാണുമ്പോൾ ആരും ഭയപ്പെടരുത്. ഉടനെ കർത്താവേ, ഇത് കാണിച്ചതിനാൽ നന്ദി എന്ന് പറഞ്ഞ് സ്തോത്രം പറഞ്ഞ് അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇടയാകണം. പക്ഷേ രാത്രിയാമങ്ങളിൽ കാണുന്ന സ്വപ്നങ്ങളെക്കുറിച്ചും അങ്ങനെയുള്ള ദർശനത്തെക്കുറിച്ചുമല്ല എന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. ആവശ്യമാണ്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്, അതിൻ്റെ മഹത്വം വലുതാണ്, അതുള്ളവർക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. പക്ഷേ ഇന്ന് ദർശനം എന്ന് പറയുമ്പോൾ രാത്രിയിൽ കാണുന്ന സ്വപ്നങ്ങളും രാത്രിയിൽ കാണുന്ന വെളിപ്പാടുകളും അല്ല. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ മുൻപിൽ, ഇല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ദൈവം പ്രകാശിപ്പിക്കുന്ന വെളിപ്പാടുകളുണ്ട്, ആലോചനകളുണ്ട്, ദർശനങ്ങളുണ്ട്. യെസ്, ദൈവം പേരുകൾ വെളിപ്പെടുത്തും, ദൈവം ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ പറയും. ഷിമോൻ എവിടെയാണ് പാർക്കുന്നത്, ഏത് ഭവനത്തിലാണ് പാർക്കുന്നതെന്ന് വരെ അഡ്രസ്സ് കൊടുത്ത് അയക്കുവാൻ അറിയാവുന്ന ദൈവത്തിന് അഡ്രസ്സും നമ്മുടെ ഫോൺ നമ്പരും നമ്മുടെ പാസ്പോർട്ട് നമ്പരും നമ്മുടെ പേരും ഒന്നും വിഷയമല്ല. ദൈവത്തിന് എല്ലാം അറിയാം. കൊടുക്കേണ്ട ആവശ്യമുള്ളപ്പോൾ ദൈവം കൊടുത്തിരിക്കും. അതും ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്, അതും വെളിപ്പാടിൻ്റെ ഭാഗമാണ്. പക്ഷേ ഇന്ന് ദർശനം എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള വെളിപ്പാടുകളെ കുറിച്ചല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. രാത്രിയിൽ കാണുന്ന സ്വപ്നങ്ങളല്ല, പകൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാണുന്ന വെളിപ്പാടുകളല്ല, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ വരുന്ന വചന വെളിപ്പാടിനെ കുറിച്ചുമല്ല. ചിലപ്പോൾ റെവലേഷൻസ് ഫ്രം ദ വേർഡ്, ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും ആഴമേറിയ മർമ്മങ്ങൾ വെളിപ്പാടുകളായി വരും. അതിനെയും ദർശനം എന്ന് വിളിക്കാം, നോ പ്രോബ്ലം. പക്ഷേ ഇന്ന് ഞാൻ പറയുന്ന ദർശനം രാത്രിയിൽ ലഭിക്കുന്നതല്ല, പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്ന വെളിപ്പാടുകളല്ല, വചനത്തിൻ്റെ മുൻപിൽ ലഭിക്കുന്ന മാർമിക വചന വെളിപ്പാടുകളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. പകരം ഓരോ വ്യക്തിയെക്കുറിച്ചും, ഓരോ സഭയെക്കുറിച്ചും, ദൈവരാജ്യത്തെക്കുറിച്ചും ദൈവത്തിന് ഒരു ദർശനമുണ്ട്. ഗോഡ് ഹാസ് എ വിഷൻ. ദൈവത്തിന് ഒരു ദർശനമുണ്ട്. എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുന്ന ഓരോ വ്യക്തികളെക്കുറിച്ച് ദൈവത്തിന് ഒരു നല്ല ദർശനമുണ്ട്. ആ ദർശനം
ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ, ആ ഒരു വെളിപ്പാടിനെ കുറിച്ചല്ല, ആലോചനയെക്കുറിച്ചല്ല, പകരം നിന്റെ ജീവിതത്തിൽ നീ എന്ത് ചെയ്തെടുക്കും, നീ ദൈവരാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്യും, എൻ്റെ പ്രവൃത്തികളിൽ നിനക്ക് എങ്ങനെ ഭാഗവാക്കാകാൻ സാധിക്കും എന്നുള്ള ആഴമേറിയ ചില പദ്ധതികൾ, ചില വെളിപ്പാടുകൾ, അതിനെയാണ് ദർശനം എന്നുള്ള വാക്കും കൊണ്ട് ഇന്ന് ഞാൻ അർത്ഥമാക്കുവാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആണെങ്കിൽ സഭയിൽ ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകന്മാർക്കും നേതൃത്വത്തിൽ നിൽക്കുന്നവർക്കും മാത്രമല്ല, സഭയ്ക്കകത്ത് വരുന്ന ഓരോ വ്യക്തികൾക്കും, no matter how insignificant you feel, എത്രത്തോളം കർത്താവേ ഞാൻ ഒന്നിനും യോഗ്യനല്ല, എനിക്ക് യാതൊന്നും കഴിയുകയില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടും കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ, ഓരോ വ്യക്തികളെക്കുറിച്ചും ദൈവത്തിന് വ്യക്തമായ ഒരു ഉദ്ദേശമുണ്ട്. ഇല്ലെങ്കിൽ പാസ്റ്റർമാർക്ക് മാത്രം ഒരു സെപ്പറേറ്റ് ഫിംഗർ പ്രിന്റും, പാസ്റ്റർമാർക്ക് മാത്രം മുഖം സെപ്പറേറ്റും, ബാക്കി എല്ലാവരുടെയും മുഖം ഒരുപോലെ ഇരുന്നേനോ. നിങ്ങൾക്കൊരു വ്യക്തമായ മുഖച്ഛായ, വ്യക്തമായ ഒരു ഫിംഗർ പ്രിന്റ് ഉണ്ടെങ്കിൽ അതിന്റെ പിൻപിൽ ഞാൻ പറയുന്നത് വിശ്വസിക്കുക, നിങ്ങളെക്കുറിച്ചും ഓരോരുത്തരെക്കുറിച്ചും ദൈവത്തിന് വ്യക്തമായ ഒരു ഉദ്ദേശമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ ദർശനം, ആ ഉദ്ദേശം നമ്മുടേതല്ല, അത് ദൈവത്തിൻ്റെതാണ്. ആ ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ, ആ ദൈവത്തിൻ്റെ ദർശനം നമ്മളിൽ വ്യാപരിക്കുന്നതിനെയാണ് ദർശനം എന്ന വാക്കും കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് അബ്രഹാമിനെ കുറിച്ച്, അബ്രഹാമിന് പല ദർശനങ്ങൾ ഉണ്ടായിരിക്കും. ഐ ഡോണ്ട് നോ, ഗോൾസ്, ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും, പല ടാർഗറ്റ്സ് ഉണ്ടായിരിക്കും. പക്ഷേ ദൈവത്തിന് അബ്രഹാം പിതാവിനെ കുറിച്ച് ഒരു വ്യക്തമായ ദർശനം ഉണ്ടായിരുന്നു. ദൈവത്തിന് ജോസഫിനെ കുറിച്ച് വ്യക്തമായൊരു ദർശനമുണ്ടായിരുന്നു. മോശയ്ക്ക് ഒരു പക്ഷേ കൊട്ടാരത്തിൽ ജീവിച്ചു തുടങ്ങിയ ആദ്യത്തെ വർഷങ്ങളിൽ സ്വന്തമായ ചില ആശയങ്ങൾ, ദർശനങ്ങളൊക്കെ കാണാൻ സാധ്യത ഉണ്ടായിരിക്കും. ഐ ഡോണ്ട് നോ, അതിനെക്കുറിച്ച് വ്യക്തമായി എനിക്കറിയത്തില്ല. പക്ഷേ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ദർശനം മോശയെക്കുറിച്ചുള്ളത്, ഇസ്രായേലിനെ കുറിച്ചുള്ളത്, മോശയുടെ ഉള്ളിൽ മോശയുടെ ആഗ്രഹത്തെക്കാൾ ഉപരി, മോശയുടെ ലക്ഷ്യത്തെക്കാൾ ഉപരി ദൈവത്തിന് മോശയെക്കുറിച്ച് ഒരു പദ്ധതി ഉണ്ടായിരുന്നു. മോശയെക്കുറിച്ചോ അബ്രഹാമിനെ കുറിച്ചോ ജോസഫിനെ കുറിച്ചോ യാക്കോബിനെ കുറിച്ചോ ജീവിതത്തിൽ ഓരോ വ്യക്തികളെ കുറിച്ചും ഈ ഭൂമിയിലും നിത്യതയുടെ വെളിച്ചത്തിൽ ദൈവത്തിനുള്ള ഒരു ദർശനമുണ്ട്. ആ ദർശനത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. രാമൻ കേൾക്കട്ടെ. സോ ആ ദർശനം എന്താണ്? വാട്ട് ഈസ് ദാറ്റ് വിഷൻ? ആ ദർശനം വരണമെങ്കിൽ ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കണം, ഇതൊരു വിഷ്വൽ, കണ്ണിന്റെ മുൻപിൽ കാണാൻ സാധിക്കുന്നതാണ്. പലരുടെയും ദർശനങ്ങൾ ടാർഗറ്റ്സ്, പലരുടെയും ദർശനങ്ങൾ ലക്ഷ്യങ്ങളാണ്. എനിക്ക് ഈ വർഷം കഴിയുന്നതിന് മുൻപേ 500 പേരെ സ്നാനപ്പെടുത്തണം. ഇറ്റ്സ് എ ടാർഗറ്റ്, അത് ദർശനമല്ല, ഇറ്റ്സ് എ ടാർഗറ്റ്. കുറച്ചും കൂടെ കഴിയുമ്പോൾ അല്പം കൂടെ വ്യക്തമായത് പറയാം. അനേക ലക്ഷ്യങ്ങൾ പലർക്കുമുണ്ട്. എനിക്ക് ഇന്ന സബ്ജക്റ്റിൽ 80% ലഭിച്ചിരിക്കണം, മാത്സിൽ, ഇംഗ്ലീഷിൽ എനിക്ക് 90%, 80% ലഭിച്ചിരിക്കണം. നിങ്ങളുടെ ടാർഗറ്റാണ്, നിങ്ങളുടെ ലക്ഷ്യമാണ്. പക്ഷേ ലക്ഷ്യവും ദർശനവും തമ്മിലൊരു വ്യത്യാസമുണ്ട്. എവിടെയെങ്കിലും ദൈവം ഒരു വ്യക്തിക്ക് ഒരു ദർശനം നൽകിയെങ്കിൽ അതെപ്പോഴും ഒന്നിൽ നഗ്ന കണ്ണുകൾ കൊണ്ട് കാണത്തക്കതുപോലെ, ഇല്ലെങ്കിൽ അവരുടെ ആത്മകണ്ണുകളാൽ ഹൃദയത്തിൽ കാണത്തക്കതുപോലെ വ്യക്തമായി, ഇറ്റ് വാസ് എ വിഷ്വൽ. ഒരു ടെലിവിഷൻ്റെ അകത്ത് കാണത്തക്കതുപോലെ, ഒരു സ്ക്രീനിൽ കാണത്തക്കതുപോലെ, ഒരു പുസ്തകത്തിൽ ഇല്ലെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫിൽ കാണത്തക്കതുപോലെ, കണ്ണുകൾ കൊണ്ട് കാണത്തക്കതുപോലെ, ചലിക്കുന്നത് പോലെ, കുറഞ്ഞപക്ഷം ഒരു ഫോട്ടോഗ്രാഫ് പോലെ കാണുന്നതിനെ മാത്രമേ ദർശനമെന്ന് ഇന്നത്തെ ചിന്തയ്ക്കായി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നുള്ളൂ. What is a vision? It's a visual thing. കാണുവാൻ സാധിക്കുന്നത്, ചലിക്കുന്നത്. ഉദാഹരണത്തിന് അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, അബ്രഹാമേ വാ, ഞാൻ നിന്നെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുക, കാണിക്കുവാനിരിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുക. പക്ഷേ അബ്രഹാം പിതാവിൻ്റെ അകത്ത് അടിസ്ഥാനങ്ങളുള്ളതും ദൈവം തന്നെ ശില്പിയായി നിർമ്മിച്ച ഒരു പട്ടണത്തെ അബ്രഹാം കണ്ടു. There was something to be seen. കാണുവാൻ ഏതോ ഉണ്ടായിരുന്നു. അദൃശ്യനായ ദൈവത്തെ കണ്ടതുപോലെ മോശ ചിലത് കണ്ടു. ജോസഫ്, ഞാൻ നിന്നെ ഫറവോന്റെ ആ അടുക്കൽ കൊണ്ടുപോയി നിന്നെ പ്രൈം മിനിസ്റ്റർ ആക്കും. പ്രൈം മിനിസ്റ്റർ, അടുത്ത 10 വർഷത്തെ പദ്ധതി ഇല്ലെങ്കിൽ 20 വർഷത്തെ സ്ട്രാറ്റജി, മിസ്രൈമിലെ പ്രൈം മിനിസ്റ്റർ ആകുക എഴുതി കൊടുത്ത ഒരു ടാർഗറ്റ് അല്ലായിരുന്നു. പകരം ജോസഫിന് കൊടുത്തത് ഒരു വിഷ്വൽ. എന്താണ്? സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും വന്ന് തന്റെ മുൻപിൽ വണങ്ങുന്നു. തന്റെ കറ്റ എഴുന്നേറ്റ് നിൽക്കുന്നു, ബാക്കി കറ്റകൾ തന്റെ കറ്റയുടെ മുൻപിൽ വന്ന് വണങ്ങുന്നു. ടാർഗറ്റ് അല്ല, മൂവിങ് വിഷ്വൽ. ഏതോ കണ്ണുകൊണ്ട് കാണത്തക്കതുപോലെ, ടിവിക്കകത്ത് കാണത്തക്കതുപോലെ വന്നതിനെയാണ് ദർശനം എന്ന് വിളിക്കുന്നത്. ജോസഫ് ദർശനങ്ങൾ കണ്ടു, യാക്കോബ് ദർശനം കണ്ടു, സ്വർഗത്തോളം എത്തുന്ന ഒരു കോവേണി. ടാർഗറ്റ് അല്ലായിരുന്നു, ദർശനമായിരുന്നു.
അബ്രഹാം ദർശനങ്ങൾ കണ്ടു. എവിടെയെങ്കിലും ബൈബിളിൽ ദർശനത്തെക്കുറിച്ച് കണ്ടാൽ അത് എഴുതപ്പെട്ട ഒരു ടാർഗറ്റ് അല്ല, പകരം അത് ചലിക്കുന്ന ഇല്ലെങ്കിൽ കാണുവാൻ സാധിക്കുന്ന ഏതോ ഒരു ദർശനമായിരുന്നു. കണ്ണുകൾ കൊണ്ട്, ആത്മകണ്ണുകൾ കൊണ്ട്, ഹൃദയ കണ്ണുകൾ കൊണ്ട് കാണത്തക്കതുപോലെ ഉള്ള ഒരു ദർശനത്തെയാണ് ദർശനം എന്ന് വിളിക്കുന്നത്. ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു ദർശനമുണ്ട്. പ്രൈസ് ദ ലോർഡ്. ഹബക്കൂക്ക്, ദയവായിട്ട് ഇത് വായിക്കണം. ഇനിയും ഒരു വാക്യം പോലും എല്ലാവരും ചേർന്ന് വായിക്കേണ്ടി വരത്തില്ല, അതിന് നിയമിക്കപ്പെട്ടവർ വായിക്കും. ആദ്യത്തെ ഒരു വാക്യം മാത്രം ദയവായി എല്ലാവരും ശ്രദ്ധിക്കണം. ഹബക്കൂക്കിന്റെ പ്രവചനം 2-ാം അധ്യായം 2-3 വാക്യങ്ങൾ. യഹോവ എന്നോട് ഉത്തരമരുളിയത്, നീ ദർശനം എഴുതുക, ഓടിച്ചു വായിപ്പാൻ തക്കവണ്ണം അത് പലകയിൽ തെളിവായി വരയ്ക്കുക. ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയുമില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക. അത് വരും, നിശ്ചയം താമസിക്കുകയുമില്ല. ആമേൻ. പ്രൈസ് ദ ലോർഡ്. ശ്രദ്ധിക്കണം, ദർശനം കണ്ടു കഴിഞ്ഞാൽ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ട ദർശനം മറ്റൊരാൾ അറിയണമെങ്കിൽ അത് അതുപോലെ വീഡിയോ ക്യാമറയ്ക്കകത്ത് റെക്കോർഡ് ചെയ്ത് കാണിക്കാൻ സാധിക്കുകയില്ല. പക്ഷേ മറ്റൊരാൾ ആ ദർശനം കാണണമെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നു അത് എഴുതണം. നമുക്ക് പറ്റുന്ന പ്രശ്നം അതാ, പലരും ദർശനം എഴുതിയ ദർശനം, എഴുതപ്പെട്ട ദർശനത്തെ ടാർഗറ്റ്, ലക്ഷ്യം എന്ന് വിളിക്കും. അതിനെ ഒരിക്കലും പേപ്പറിൽ ഇല്ലെങ്കിൽ പലകയിൽ ഇല്ലെങ്കിൽ എങ്ങും തന്നെ ഒരു ദർശനം, ചലിക്കുന്ന ദർശനം, കറ്റകൾ വന്ന് വണങ്ങുന്ന ദർശനം ഒന്നും ആർക്കും വരച്ച് കാണിക്കുന്നതിനേക്കാൾ ഉപരി എഴുതി വെക്കുമ്പോൾ പലരുടെയും ടാർഗറ്റായി മാറും. ഇന്ന് ദൈവം ഒരു ദർശനം ഏൽപ്പിച്ചാൽ അത് നമ്മുടെ കണ്ണിന്റെ മുൻപിൽ ഒരു കാഴ്ചയായി കാണണം. ശുശ്രൂഷിക്കുന്നവർ അവർ കണ്ണടയ്ക്കുമ്പോൾ അവരുടെ ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവിന്റെ ചലനം കാണണം. പ്രാർത്ഥിക്കുന്നവർ കണ്ണടയ്ക്കുമ്പോൾ ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള ദർശനം കാണണം. മോശ കണ്ണടച്ചാൽ 6 ലക്ഷം കുടുംബങ്ങൾ ഒരുമിച്ച് 3 ദിവസം യാത്ര ചെയ്ത മരുഭൂമിയിൽ ദൈവത്തിനു വേണ്ടി യാഗം കഴിക്കുകയും പാലും തേനും ഒഴുകുന്ന ദേശത്തിലേക്ക് പോകുന്ന ഒരു ദർശനം മോശയ്ക്കകത്ത് വന്നതുപോലെ, അടിസ്ഥാനങ്ങളില്ലാതെ ദൈവം തന്നെ ശില്പിയായി പണിത ഒരു നഗരത്തിലേക്ക് പോകുന്ന യാത്രയെക്കുറിച്ച് കണ്ടപ്പോൾ അബ്രഹാം തന്റെ കൊച്ചുമക്കളോടൊപ്പം കൂടാരങ്ങളിൽ പാർത്ത് ആ വലിയ ദർശനം തന്റെ മുൻപിൽ കണ്ടുകൊണ്ട് പോകുവാൻ തന്റെ ഉള്ളിൽ ബലം പകർന്ന ആ ദർശനം പോലെ ഇതിന്റെ അകത്തിരിക്കുന്ന ചിലരുടെ അകത്തേക്ക് ഈ ദിവസങ്ങളിൽ ദൈവം ചില ദർശനങ്ങളെ പകരുവാൻ പോകുകയാണ്. ഞാൻ ഒരു കാര്യം വിശ്വസിക്കുന്നു, ഇന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന പലരുടെയും ജീവിതത്തിൽ ഈ ഒരു സീസൺ കഴിയുന്നതിനോടകം രാത്രിയാമങ്ങളിലെ സ്വപ്നങ്ങളിൽ കൂടായിരിക്കും, പ്രാർത്ഥിക്കുമ്പോഴായിരിക്കും ചിലരുടെ അകത്തേക്ക് ചില ദർശനങ്ങൾ ദൈവം ഏൽപ്പിക്കുവാൻ പോകുകയാണ്. കർത്താവേ, എന്ത് ലക്ഷ്യമാണ്, എന്ത് ടാർഗറ്റാണ് എന്ന് ചോദിക്കുവാനല്ല, എൻ്റെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിനുള്ള ദർശനം എന്താണ്, അതെൻ്റെ അകത്തേക്കൊന്ന് പകരുവാൻ, അത് വെളിപ്പാടായി പകരുവാൻ. എൻ്റെ കണ്ണുകൾ അടച്ചാൽ അതെൻ്റെ കണ്ണിൻ്റെ മുൻപിൽ കാണത്തക്കതുപോലെ, ഞാൻ എവിടെ പോയാലും എൻ്റെ അകത്ത് ആ ദർശനം പതിയത്തക്കതുപോലെ കർത്താവേ എൻ്റെ അകത്തേക്ക് ഒരു ദർശനം അയക്കണമേ എന്ന് പ്രാർത്ഥിച്ചോ. ഈ സീസൺ കഴിയുന്നതിനോടകം ചിലരുടെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ ദർശനത്തെ ദൈവം അയക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എന്താണ് ദർശനങ്ങൾ ദൈവം തരുന്നത്? കാര്യം ദർശനങ്ങൾ ദൈവത്തിന്റെ ഭാഷയാണ്. ഇറ്റ്സ് ദ ലാംഗ്വേജ് ഓഫ് ഗാഡ്. ദൈവം തരുന്ന ഭാഷയാണ് ദർശനങ്ങൾ. ഞാൻ അതിനെക്കുറിച്ച് അധികം സംസാരിക്കുവാൻ ഇന്ന് സമയമെടുക്കുന്നില്ല. പക്ഷേ ഡോക്ടർ യോങ്കി ചോ എഴുതിയ പുസ്തകങ്ങൾ വായിച്ചാൽ ആ ആശയം താൻ വ്യക്തമാക്കുന്നതായി കാണുവാൻ സാധിക്കും. എവിടെയെങ്കിലും പരിശുദ്ധാത്മാവിന് ഒരാശയം മനുഷ്യനോട് അറിയിക്കുവാനുണ്ടെങ്കിൽ, ഓഫ് കോഴ്സ്, ശൗലേ ശൗലേ നീ എന്നെ പീഡിപ്പിക്കുന്നത് എന്ത് എന്നുള്ള കർത്താവിന്റെ ശബ്ദം ശൗൽ കേട്ടു. ഇല്ലെന്നല്ല, അതൊരു ഉപദേശമായി പറയുകയല്ല. പക്ഷേ ദ വർക്കിംഗ് പാറ്റേൺ, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തന ശൈലി നോക്കിയാൽ ശബ്ദമുണ്ടെങ്കിലും ദർശനം പരിശുദ്ധാത്മാവിന്റെ വലിയ ഭാഷയാണ് എന്ന് മറക്കരുത്. ഏതെങ്കിലും ഒരു കാഴ്ചപ്പാട്, ഒരു വിഷ്വൽ, ഒരു ദർശനം നമ്മുടെ മുൻപിൽ വന്നാൽ അതിൽ പ്രവർത്തിക്കുന്ന, ചലിക്കുന്ന ഒരു ദൈവ പ്രവൃത്തിയെക്കുറിച്ച് സഭ ബോധ്യപ്പെട്ടിരിക്കണം. ദർശനം പരിശുദ്ധാത്മാവിന്റെ ഭാഷയാണ്. വിഷൻ ഈസ് ദ ലാംഗ്വേജ് ഓഫ് ഗാഡ്. നമ്മൾ മലയാളം സംസാരിക്കും, നമ്മൾ വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കും. പക്ഷേ ദൈവത്തിന്റെ ഭാഷയുടെ പരിമിതികളെ അപ്പുറത്ത്, ഭാഷയുടെ സകല പരിമിതികൾക്കും മീതെ ദൈവത്തിന്റെ ഭാഷ എന്ന് പറയുന്നത് കാണുവാൻ സാധിക്കുന്ന വിഷ്വൽസ്, കാണുവാൻ സാധിക്കുന്ന കാഴ്ചകൾ, കാഴ്ചപ്പാടുകൾ. എങ്ങനെയാണ്, ഇല്ലെങ്കിൽ എവിടെ നിന്നാണ് ഈ ദർശനം വരുന്നത്? ഈ ദർശനം വരുന്നത് ദൈവത്തിന്റെ വായിൽ നിന്നും. ദയവായിട്ടൊന്ന് വായിക്കാമോ? എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിച്ചാൽ മതി. വായിക്കേണ്ടവർ വായിക്കും. യെരമ്യാ പ്രവചനം 23:16 കാണുന്നു, ഇതാ ദൈവത്തിന്റെ വായിൽ നിന്നും ദർശനങ്ങൾ വരും. വായിച്ച് സഹായിച്ചാലും. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു,
നിങ്ങളോട് പ്രവചിക്കുന്ന പ്രവാചകരുടെ വാക്ക് കേൾക്കരുത്. അവർ നിങ്ങളെ വ്യാജം ഉപദേശിക്കുന്നു. യഹോവയുടെ വായിൽ നിന്നുള്ളതല്ല, സ്വന്തം ഹൃദയത്തിലെ ദർശനമത്രേ അവർ പ്രവചിക്കുന്നത്. ദർശനം വരുന്നത് ദൈവത്തിന്റെ വായിൽ നിന്നാണ്, ദൈവത്തിന്റെ ഭാഷയാണ്. ആ ഭാഷ, ആ ദർശനം ദൈവത്തിന്റെ വായിൽ നിന്നും മനുഷ്യന്റെ ഹൃദയത്തിലേക്ക്, ചിലപ്പോൾ മനുഷ്യൻ നഗ്ന കണ്ണുകളാൽ കാണത്തക്കതുപോലെ ഒക്കെയും, ഇല്ലെങ്കിൽ സ്വപ്നത്തിൽ കാണത്തക്കതുപോലെയും ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന ദൈവത്തിന്റെ ഭാഷയാണ്, ദൈവത്തിന്റെ വാക്കുകളാണ് ദർശനങ്ങൾ. പക്ഷേ ചിലപ്പോൾ ആ ദർശനം ഇല്ലെങ്കിലും മനുഷ്യന്റെ ഹൃദയത്തിൽ ഉരുത്തിരിയുന്ന ആശയങ്ങൾ പലപ്പോഴും ദർശനമായി ദൈവത്തിങ്കിൽ നിന്നുള്ള ദർശനം പോലെ പലരും പറയാറുണ്ട്. അങ്ങോട്ട് ഞാൻ തിരിയാൻ ആഗ്രഹിക്കുന്നില്ല. പലപ്പോഴും പല പ്രവചന വാക്കുകളാണെന്ന് പറയുന്ന പല വാക്കുകൾക്കും പലപ്പോഴും ദൈവത്തിന്റെ വായിൽ നിന്ന് വന്ന യാതൊരു അതോറിറ്റിയും അധികാരവുമില്ല. പകരം മനുഷ്യന്റെ ഹൃദയത്തിൽ ഉരുത്തിരിയുന്ന ആശയങ്ങൾ, ആലോചനകൾ ദൈവത്തിന്റെ വാക്കുകളാണ് എന്ന് പറയുന്ന പലരുമുണ്ട്. ലീവ് ദാറ്റ് അലോൺ. അവിടെ ഞാൻ നിൽക്കുവാൻ ആഗ്രഹിക്കുന്നുമില്ല. പക്ഷേ ദർശനം എന്നുള്ളത് ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്നതാണ്. എങ്ങനെ ഈ ദർശനം പ്രാപിക്കുവാൻ സാധിക്കും? പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുമ്പോൾ നമ്മുടെ ആത്മാവിലേക്ക് ദൈവം പകരുന്നതാണ് ഈ ദർശനം. ഇതിനകത്ത് പ്രാർത്ഥിക്കുന്ന അനേകരുണ്ട്. യങ്സ്റ്റേഴ്സ്, യൗവനക്കാർ, ഇതിൻ്റെ അകത്ത് മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്ന അനേകരുണ്ട്. ഞാൻ പറയട്ടെ, ദൈവരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, രോഗസൗഖ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, മധ്യസ്ഥത അണച്ച് പ്രാർത്ഥിക്കണം, ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. പക്ഷേ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ ഈ സീസണിൽ ഞാൻ സഭയെ ഒരു കാര്യം ഓർപ്പിക്കട്ടെ. കർത്താവേ, വ്യക്തിപരമായി എന്നെക്കുറിച്ചും സഭയെക്കുറിച്ചും ഉള്ള ദർശനം ഒന്ന് കൈമാറണമേ എന്ന് പ്രാർത്ഥിക്കുക. ഒരു പക്ഷേ ഇന്ന് രാത്രിയിലായിരിക്കും, ഒരു പക്ഷേ ഈ ആഴ്ച കഴിയുന്നതിൻ്റെ മുൻപായിരിക്കും, ഒരു പക്ഷേ അടുത്തൊരു മാസത്തിൻ്റെ അകമായിരിക്കും. പക്ഷേ ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ, ചില നാളുകൾക്കകം ചിലരുടെ അകത്തേക്ക് ചില ദർശനങ്ങൾ ദൈവം പകരുവാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥനയിൽ ദൈവത്തിങ്കിൽ നിന്ന് പ്രാപിച്ചത് ഇന്ന് സഭയെ ഏൽപ്പിക്കട്ടെ. ഈ സീസണിൽ ദൈവം ചില വെളിപ്പാടുകൾ, ദർശനങ്ങൾ ഏൽപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആർ കരമുയർത്തി പറയും, കർത്താവേ, എനിക്ക് ആ ദർശനം ആവശ്യമാണ്. എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് എന്നെ കുറിച്ചുള്ള പദ്ധതിയും ദർശനവും എനിക്ക് തരണമേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ദർശനങ്ങൾ ദൈവം ഏൽപ്പിക്കും. എപ്പോഴാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രാർത്ഥിക്കുമ്പോൾ ഈ ദർശനം വരുന്നത്? യോവേൽ പ്രവചനം 2-ാം അധ്യായം 28-ാം വാക്യം നമ്മൾക്കെല്ലാം പരിചയമുള്ള വാക്യമാണല്ലോ. ആ അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. സകല ജഡത്തിന്റെ മേലും എൻ്റെ ആത്മാവിനെ പകർന്നാലും സകല ജഡവും ദർശനം കാണുമെന്ന് എഴുതിയിട്ടില്ല. പ്രതികരിക്കുന്ന ചിലരോട് പറയുകയാണ്, നിങ്ങളുടെ പുത്രന്മാരും നിങ്ങളുടെ പുത്രിമാർക്കും ചില സംഭവങ്ങൾ ഉണ്ടാകും. ഹല്ലേലൂയ. മാത്രമല്ല, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ കാണും. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിനെ ദൈവം പകരുമ്പോൾ ആ സീസൺ, കാത്തിരിക്കുന്നവരുടെ മേൽ ദൈവം പകരുന്ന ഒരു സീസൺ ഉണ്ട്. ആ പരിശുദ്ധാത്മാവിന്റെ പകർച്ചയിലാണ് ഈ ദർശനം ദൈവം ചിലരിലേക്ക് പകരുന്നത്. ഈ ദിവസങ്ങളിൽ, വരുന്ന ആഴ്ചയിൽ പ്രത്യേകിച്ചും ഹോൾ നൈറ്റ് പ്രയർ 3 ദിവസമുണ്ട്. കുറച്ചും കൂടെ കഴിയുമ്പോൾ അനൗൺസ് ചെയ്യും. ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ രാത്രി മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ യോഗങ്ങൾ ഇവിടെയുണ്ട്. ദർശനത്തിനായി കാത്തിരിക്കുന്നവർ വന്നാൽ ആ ദർശനം ചിലരിലേക്ക് പകരപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാത്തിരിക്കുമ്പോൾ അവരുടെ മേൽ ശക്തി വന്നു, കാത്തിരിക്കുമ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവിനെ ദൈവം അയച്ചു. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരുമ്പോൾ അവർ ദർശനങ്ങളെ പ്രാപിച്ചിരിക്കും. പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുമ്പോൾ ചിലരുടെ അകത്തേക്ക് ആ ദർശനം ദൈവം അയക്കും. ഇതിൻ്റെ അകത്തിരിക്കുന്ന ചിലർക്കെങ്കിലും അവരുടെ ജീവിതത്തെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ദർശനം എന്താണ് എന്ന് കാഴ്ചപ്പാട് കിട്ടിയവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. മോശയ്ക്ക് ഒരു ദർശനം ലഭിച്ചു. മോശെ ആദ്യം താൻ ഒരു വെളിപ്പാട് പോലെ, നഗ്ന കണ്ണുകളാൽ കാണത്തക്കതുപോലെ പർവ്വതത്തിങ്കിലുള്ള തീയിൽ കൂടെ സംസാരിക്കുന്ന ദൈവത്തെ താൻ ദർശനമായി കണ്ടു. അതിനുശേഷം ദൈവം പടിപടിയായി തൻ്റെ അകത്തേക്ക് ആ സീസണിൽ, ആ കാലഘട്ടത്തിൽ അടുത്ത 2 വർഷം കൊണ്ട്, അടുത്ത 3 വർഷം കൊണ്ട് നടക്കേണ്ട കാര്യങ്ങൾ തൻ്റെ അകത്തേക്ക് ദർശനമായി നൽകി. മോശെ, നീ ഒരു കാര്യം ചെയ്യണം. 6 ലക്ഷം കുടുംബങ്ങളെ കൊണ്ട് അവർ ഇത്രയും വർഷങ്ങൾ മിസ്രൈമിൽ അടിമവേല ചെയ്തതിൻ്റെ പലിശ സഹിതം അവരുടെ കൂലി അവരുടെ കയ്യിൽ എടുത്തുകൊണ്ട് അവർ 3 ദിവസം യാത്ര ചെയ്ത് ഒരു കുളമ്പ് പോലും ശേഷിക്കാതെ, കുഞ്ഞുകുട്ടി, ആബാല, വൃദ്ധ സകലരും ഒരുമിച്ച് ഞങ്ങളുടെ ദൈവത്തെ ആരാധിക്കുവാൻ മരുഭൂമിയിൽ പോകുമെന്നും പിന്നത്തേതിൽ പാലും തേനും ഒഴുകുന്ന ദേശത്തേക്കും അല്ല, ഈ പർവ്വതത്തിൽ എവിടെ വെച്ച് ഞാൻ ദൈവത്തെ കണ്ടോ അവിടെ വെച്ച് ദൈവത്തെ സ്തുതിക്കും എന്നുള്ള, ആരാധിക്കുമെന്നുള്ള ഒരു കാഴ്ചപ്പാട്, ഒരു വിഷൻ, ഒരു ദർശനം മോശയ്ക്കകത്തേക്ക് വന്നു. പക്ഷേ ഈ ദർശനം വന്നു കഴിയുമ്പോൾ ഈ ദർശനത്തിന് വിരോധമായി ഉയരുന്ന ആരാന്നറിയാമോ? പിശാച്.
ദർശനത്തിന് വിരോധമായി വരുന്ന ഈ ശത്രുവിന്റെ പേരാണ് പിശാച്. വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നു, ദി സർപ്പന്റ്, സർപ്പം, പഴയ പാമ്പ്, മഹാസർപ്പം, ഡ്രാഗൺ, ഡെവിൾ, പിശാച്, സാത്താൻ എന്നുള്ള ഒറ്റ പേരാണ് ഇവന്റെ പേര്. ഈ സാത്താൻ ദർശനത്തിന് വിരോധമായി എഴുന്നേറ്റിരിക്കും. സാത്താന്റെ തന്ത്രങ്ങളെക്കുറിച്ച് ചില വാക്കുകൾ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. വെളിപ്പാടിനെ കുറിച്ചാണ്, ദർശനത്തെക്കുറിച്ചാണ് പ്രധാനമായും പറയുന്നത്. പക്ഷേ നമ്മുടെ അകത്ത് പകരുന്ന ദർശനത്തെ എടുത്തു മാറ്റുവാൻ നിൽക്കുന്ന ഒരു പിശാചിനെ കുറിച്ച് നമ്മൾ ബോധവാന്മാരാകണം. അവന്റെ തന്ത്രങ്ങളെക്കുറിച്ച് നമ്മൾ അറിയാത്തവരല്ലല്ലോ. പിശാചിന്റെ ഏറ്റവും വലിയ ആയുധം എന്തായിരുന്നു? ദൈവത്തിന്റെ വചനം പറയുന്നു, പിശാചിന്റെ ഏറ്റവും വലിയ ആയുധം, അവന്റെ ഏറ്റവും വലിയ ഉപകരണം മരണമായിരുന്നു. അവന്റെ ഏറ്റവും വലിയ ഉപകരണം പാതാളമായിരുന്നു. അവന്റെ ഏറ്റവും വലിയ ആയുധം പാപമായിരുന്നു. പാപവും മരണവും പാതാളവും. ഏത് വിശുദ്ധനും അവർ പറയാനുള്ളത്, എൻ്റെ നരയെ നിങ്ങൾ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് അയക്കുകയാണ്. ഏത് വിശുദ്ധനും, പഴയ നിയമത്തിലെ വിശുദ്ധന്മാർക്കും പാതാളത്തിലേക്കുള്ള ഒരു യാത്രയെക്കുറിച്ചും അതിൻ്റെ ഭീതിയും അതിൻ്റെ പ്രയാസവും, പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഒരു നിത്യതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ലഭിക്കുവാൻ സാധിക്കാത്തതുപോലെ പിശാചിന് ഒരായുധമുണ്ടായിരുന്നു, പാതാളം. ഏത് യാഗത്തിനും മനുഷ്യന്റെ നീക്കുവാൻ സാധിക്കാതെ പാപത്തെ മറയ്ക്കുവാൻ മാത്രം കഴിയുന്നത് പോലെ ആറ്റുകൊറ്റന്മാരുടെയും സകല യാഗത്തിന്റെയും രക്തത്താൽ പാപങ്ങളെ മറയ്ക്കുവാൻ മാത്രം സാധിക്കും. പക്ഷേ പിശാച് വെച്ച പാപത്തിന്റെ നുകത്തെ, പാപത്തിന്റെ ബന്ധനത്തെ ഉപായത്താൽ വഞ്ചിച്ചു കളഞ്ഞ മനുഷ്യകുലത്തിന് യാതൊരു സാധ്യതയുമില്ലാതെ പാപവും മരണവും പാതാളവും ഇതാ പിശാചിന്റെ വലിയ ആയുധമായി സൂക്ഷിച്ചുകൊണ്ട് പിശാച് അട്ടഹസിക്കുകയാണ്. ആർക്കും തന്നെ ഈ പിശാചിനെ തോൽപ്പിക്കുവാൻ സാധിക്കുകയില്ല. വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിന് ഇതാ പാപത്തിന്റെയും മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ ലഭിച്ചില്ല. പഴയ നിയമ വിശുദ്ധന്മാർ ഈ പിശാചിന്റെ ആധിപത്യത്തിന്റെ കീഴിൽ ഞരങ്ങിക്കൊണ്ടുവന്നു. പക്ഷേ ദൈവത്തിന്റെ പദ്ധതികൾ കാലത്തിന്റെ പൂർണ്ണതയിൽ മാത്രമേ വെളിപ്പെട്ടുള്ളൂ. പിശാചിന് ഒരു കാര്യം അവൻ ചിന്തിച്ചു, എത്രയെല്ലാം മനുഷ്യൻ ദൈവത്തോട് ചേർന്ന് നടന്നാലും ഒരു പക്ഷേ ഒരു ഹാനോക്ക് രക്ഷപ്പെട്ട് കാണും. പക്ഷേ കോടിക്കണക്കിന് മനുഷ്യർക്ക് ഒരിക്കലും ദൈവത്തിൽ നിന്നുള്ള നിത്യ വേർപാട്, ആ നിത്യ നരകത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ സാധിക്കുകയില്ല. അവർ സകലരും പാതാളത്തിൽ വന്നിരിക്കും. കാര്യം, പാതാളം എൻ്റെ ബലമാണ്. പഴയ നിയമത്തിലെ വിശ്വാസികൾ, വിശുദ്ധന്മാർക്ക് ഈ പാതാളത്തിന്റെ മേൽ ജയിക്കുവാനുള്ള വെളിപ്പാട് ഒരുപക്ഷേ ആ കാലഘട്ടത്തേക്ക് ദൈവം കൊടുത്തില്ല. ഉണ്ടായിരുന്നു, ഓഫ് കോഴ്സ്, മുൻപിൽ വരുവാനുള്ള കർത്താവിനെ കുറിച്ചുള്ള വെളിപ്പാട് അവർക്കുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് ഒരു നിമിഷം കൊണ്ട് ഈ പാതാളത്തിന്റെ മേലുള്ള പ്രത്യാശയില്ലാതായി പോയി. അവർക്ക് പാപത്തിന്റെ നുകം അവരുടെ മേലിരിക്കുന്ന, പാപ സ്വഭാവത്തിന്റെ നുകം അവരുടെ മേലിരിക്കുന്നതിന് മീതെ അവർക്ക് ജയിക്കുവാൻ ആവശ്യമുള്ള ആത്മശക്തിയും പരിശുദ്ധാത്മാവിനാൽ വരുന്നത് അവർക്ക് ലഭ്യമാകാതെ അത് പുതിയ നിയമത്തിലേക്ക് ദൈവം മാറ്റിവെച്ചു. പിശാചിന്റെ ആയുധം മരണമായിരുന്നു. പ്രത്യാശയ്ക്ക് വകയില്ല. സകലരും മരിക്കും. മരിച്ചു കഴിഞ്ഞാൽ പിശാചിന്റെ പാതാളത്തിലേക്ക് മാറ്റപ്പെടും. ഒരു പക്ഷേ പ്രത്യാശയില്ലാതെ പോയ അനേകർ, നിത്യമരണം, പാപം, ഇതാ യാതൊരു സാധ്യതയുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ, കാൽവറി ക്രൂശിൽ ഒരു ശബ്ദമുയർന്നു, സകലതും നിവർത്തിയായി. പിശാചിന്റെ തലയെ തകർത്ത, അവന്റെ സകല ശക്തിയും ബലത്തെയും അവന്റെ ആയുധത്തെയും തകർത്ത ആയുധവർഗം വെപ്പിച്ച പിശാചെ, മരണമായിരുന്നു നിന്റെ ആയുധം. ഇതാ ദൈവത്തോടും മനുഷ്യനോടും ഒരു വലിയ ബന്ധം കൊണ്ടുവരുവാൻ, പ്രത്യാശയ്ക്ക് വകയില്ലാത്ത മനുഷ്യനെ ദൈവവുമായി ഒന്ന് ബന്ധപ്പെടുത്തുവാൻ ഇതാ കാൽവറി ക്രൂശിൽ ഒരു ശബ്ദമുയർന്നു, സകലതും നിവർത്തിയായി. പിശാചിന്റെ ആയുധത്തെ ആയുധവർഗം വെപ്പിച്ചു. ഇന്ന് അവന്റെ കയ്യിൽ ആയുധമില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് അവന് തന്ത്രങ്ങളുണ്ട്. ഇന്ന് അവന് പല വ്യത്യസ്ത ഡിവൈസസ്, അവന്റെ പല തന്ത്രങ്ങളുണ്ട്. പക്ഷേ അവന്റെ കയ്യിൽ ആയുധമില്ല. ഹല്ലേലൂയ. അവന്റെ ആയുധം മരണമായിരുന്നു. മരണത്തെ കർത്താവ് ജയിച്ചു. ഇന്ന് നമ്മൾക്ക് നിത്യജീവനുണ്ട്. ഹല്ലേലൂയ. അവന്റെ ആയുധം പാപമായിരുന്നു. പാപത്തിന്റെ മീതെ ദൈവം നമ്മൾക്ക് ജയം തന്നിരിക്കുകയാണ്. അവന്റെ ആയുധം ഇതാ പ്രത്യാശയില്ലാതെ മനുഷ്യകുലത്തെ ബന്ധനത്തിലിട്ടിരുന്ന, യാതൊരു സാധ്യതയും കാണാതെ ഇട്ടിരുന്നിടത്ത് കാൽവറി ക്രൂശിൽ ദൈവത്തിന്റെ ജ്ഞാനം വെളിപ്പെട്ടു. മനുഷ്യനെ ദൈവമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിന്റെ ദർശനത്തിന് അടുത്തൊരു ലെവലിലേക്ക് ദൈവം ഒരു വാതിൽ തുറക്കുകയാണ്. ഹല്ലേലൂയ. പിശാചിനെ കുറിക്കുന്ന ചില അവന്റെ നാമങ്ങൾ, ദൈവത്തിന്റെ നാമങ്ങൾ നമുക്കറിയാം.
പക്ഷേ പിശാചിന്റെ ചില പേരുകൾ ബൈബിൾ പറയുവാൻ ആഗ്രഹിക്കുക. ആദ്യമേ അവന്റെ തന്ത്രങ്ങളെ കുറിച്ച് പറയട്ടെ. അവന്റെ തന്ത്രം ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ എങ്ങനെയെങ്കിലും തകർക്കുക. ലിസൺ, ശ്രദ്ധിച്ചു കേൾക്കണം. ഇവിടെ ആയിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും ദൈവവുമായിട്ടൊരു വ്യക്തിപരമായ ബന്ധമുണ്ട്. നിങ്ങൾക്ക് രഹസ്യമായി ദൈവസന്നിധിയിൽ ബന്ധം പുലർത്തുവാൻ ഒരു സ്ഥലമുണ്ട്. അത് നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയാണ്. അത് നിങ്ങൾ മുഴങ്കാലിലിരിക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥനയാണ്. ആ സ്ഥലം, രഹസ്യ സ്ഥലം, ദൈവത്തിൻ്റെ സന്നിധിയിലുള്ളവരുണ്ടോ, നിങ്ങൾക്ക് ദൈവമായ ഒരു ബന്ധം സൂക്ഷിക്കുവാൻ സാധിക്കും. പിശാചിന്റെ തന്ത്രം ദൈവമായിട്ടുള്ള ബന്ധത്തെ ഉലച്ചു കളയുക. പിശാചിന്റെ തന്ത്രം വഞ്ചിക്കുക, ഡിസീവ്, വഞ്ചിക്കുക. പിശാചിന്റെ തന്ത്രം ബന്ധനത്തിലാക്കുക, ബോണ്ടേജ്, ബന്ധനത്തിലാക്കുക. പിശാചിന്റെ തന്ത്രം എങ്ങനെയെങ്കിലും സഫറിങ്സ്, കഷ്ടതയിലാക്കുക. പിശാചിന്റെ തന്ത്രം നമ്മളെ തകർത്ത് കളയുക. That's his device. അതവന്റെ തന്ത്രമാണ്. പിശാചിന്റെ തന്ത്രങ്ങളെക്കുറിച്ച് നമ്മൾ അറിയാത്തവരല്ല. അതിനെ ജയിക്കുവാൻ വളരെ എളുപ്പവുമാണ്. ഈ ദർശനം നമ്മുടെ അകത്ത് വന്നു കഴിയുമ്പോൾ പിശാച് എഴുന്നേൽക്കുന്ന പിശാചിന്റെ തന്ത്രങ്ങളെക്കുറിച്ച് വളരെ ചുരുക്കമായി ചിന്തിക്കുവാൻ ആഗ്രഹിക്കുക. ഒന്നാമത്തെ പിശാചിന്റെ പേരാണ് അപവാദി, അപവാദം പറയുന്നവൻ. He is the accuser. അവൻ അപവാദം പറയുന്നവൻ. വായിച്ചാട്ട് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 10-ാം വാക്യം. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ 10-ാം വാക്യത്തിൽ പിശാചിന്റെ ഒരു പേര് അവിടെ കാണുവാൻ സാധിക്കും. അവന്റെ സ്വഭാവ ഗുണം, അവന്റെ പ്രവർത്തന മണ്ഡലം, അവന്റെ പേര്. വായിച്ചാട്ട്. അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവൻ്റെ ക്രിസ്തുവിൻ്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. Praise the Lord. ശബ്ദമുയർത്തി പറഞ്ഞാട്ട് അപവാദി. ഒന്നുകൂടെ, അപവാദി. നമ്മുടെ സഹോദരീ സഹോദരന്മാരെ, നമ്മുടെ കംപ്ലീറ്റ് വിശ്വാസത്തിലുള്ളവരെ കുറിച്ച് ഇടയ്ക്ക് ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമല്ല, രാപകൽ, ഡേ ആൻഡ് നൈറ്റ്, രാപകൽ കുറ്റങ്ങൾ പറഞ്ഞ്, ആരോപണങ്ങൾ പറഞ്ഞ്, അപവാദം പറഞ്ഞ് അപവാദി എന്നുള്ള പേര്. ഇടയിൽ മൈക്ക് മാറ്റാൻ പറ്റത്തില്ലെങ്കിലും മൈക്ക് മാറ്റുന്നില്ലെങ്കിലും വളരെ പെരിയെ പറയട്ടെ, അപവാദിയുടെ സ്വഭാവ ഗുണം നമ്മൾ വാടകയ്ക്കെടുത്ത് മറ്റുള്ളവരെ കുറിച്ച് അപവാദം പറഞ്ഞാൽ അതിൻ്റെ നാമം നമ്മുടെ മേൽ വിളിക്കപ്പെടുമെന്ന് മറക്കരുത്. മൈക്ക് മാറ്റാൻ പറ്റുമായിരുന്നെങ്കിൽ മൈക്ക് മാറ്റി പറഞ്ഞേനെ, പക്ഷേ പെരിയെ പറയുക. അപവാദം പറയുവാൻ കുറച്ചും കൂടെ കഴിയുമ്പോൾ അപവാദത്തെക്കുറിച്ച് അല്പം കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപവാദം പറയുവാൻ നമ്മുടെ നാവിനെ വിട്ടുകൊടുത്താൽ, അന്യഭാഷ പറയുന്നവർ, ദൈവത്തെ സ്തുതിക്കുന്നവർ, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവർ അവരുടെ നാവിനെ അപവാദം പറയുവാൻ വിട്ടുകൊടുത്താൽ കർത്താവിൻ്റെ നാമമല്ല നമ്മുടെ മേൽ പിന്നെ വിളിക്കപ്പെടുന്നത്, അപവാദിയുടെ നാമമാണ് നമ്മുടെ മേൽ വിളിക്കപ്പെടുന്നത്. ദൈവം പറയും, നീ അപവാദം പറഞ്ഞു, നീ ആരോപണം ചുമത്തി, ഉള്ളതായിരിക്കും ഇല്ലാത്തതായിരിക്കും. പിശാചിന്റെ തന്ത്രം അപവാദം പറയുക. And do you know the power of accusation? അപവാദത്തിന്റെ ശക്തിയെക്കുറിച്ച് അറിയാമോ? ഇന്ന് എനിക്ക് കുറച്ച് ഇല്ലസ്ട്രേഷൻ കാണിക്കാൻ താല്പര്യമുണ്ടായിരുന്നു, സമയമില്ലാത്തത് കൊണ്ട് കാണിക്കുന്നു. ഇല്ലെങ്കിൽ സ്റ്റേജിൽ കുറച്ച് പേരെ വിളിച്ച് ഐ വാണ്ടഡ് ടു ഷോ സം ഇല്ലസ്ട്രേഷൻ. 4 അപവാദം പറഞ്ഞു കഴിഞ്ഞാൽ, ഏത് നല്ല വ്യക്തിയെക്കുറിച്ചും 4 അപവാദം പറഞ്ഞാൽ മതി, ആ വ്യക്തിയെക്കുറിച്ചുള്ള ധാരണ, ആ വ്യക്തിക്ക് വരേണ്ട നന്മകൾ സകലതും തകർക്കുവാൻ സാധിക്കും. ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം വായിക്കുന്നില്ല, ഭവനത്തിൽ പോയി വായിച്ചാൽ മതി. ദൈവത്താൽ സാക്ഷ്യം പ്രാപിച്ച ഇയ്യോബ്, ഇവൻ നീതിമാൻ, ദൈവത്തെ ഭയപ്പെടുന്നവൻ, എല്ലാ നല്ല സാക്ഷ്യവും ദൈവത്താൽ പ്രാപിച്ചു, യാതൊരു കുറ്റവും ദൈവത്തിന് പറയുവാനില്ല. ദൈവം ചോദിക്കുക, പിശാചേ, നീ ലോകമൊക്കെ മൂടാടി സഞ്ചരിച്ച് നീ എൻ്റെ ദാസനായ ഇയ്യോബിനെ ശരിക്ക് ദൃഷ്ടി വെച്ചില്ലയോ? എന്തെങ്കിലും കുറ്റം പറയുവാനുണ്ടോ? അപവാദം പറയുവാനുണ്ടോ? ഒരു അപവാദവും പറയുവാനില്ലെങ്കിലും അപവാദിയുടെ ജോലി എന്താണെന്നറിയാമോ? അസ്യൂംഡ് അക്യൂസേഷൻ, തന്നെ അങ്ങ് നിരൂപിച്ചുണ്ടാക്കുകയാണ്. കർത്താവ് അത് 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 ഒരു വാക്കിൽ പറഞ്ഞ നിനക്കറിയാൻ വയ്യ, ഇവൻ്റെ വസ്തുവകളെല്ലാം തൊട്ടാലുണ്ടല്ലോ, ഇവനെ ഒന്നല്പം ഒരു പ്രശ്നത്തിൽ കൂടെ കൊണ്ടുപോയാലുണ്ടല്ലോ, അക്യൂസേഷൻ. അവൻ നിന്റെ മുഖത്ത് നോക്കി നിന്നെ തള്ളിപ്പറയും. നിനക്കറിയത്തില്ല. കർത്താവ് നീ അവന് ചുറ്റും വേലി കെട്ടി അവൻ എല്ലാ അനുഗ്രഹങ്ങളും കൊടുത്ത് വെച്ചിരിക്കുന്നതും കൊണ്ട് അവൻ ഇങ്ങനെയൊക്കെ നന്നായി പോകുക. പക്ഷേ അവനെ അവൻ്റെ വേലി ഒന്ന് പൊളിക്കുക, നോക്കണം, അവൻ നിന്റെ മുഖത്ത് നോക്കി നിന്നെ തള്ളിപ്പറയും. അക്യൂസേഷൻ, അപവാദി, സഹോദരന്മാരെ കുറിച്ച് രാപകൽ അപവാദം പറയുന്നവൻ. ഇയ്യോബ് ഇതൊന്നും അറിയുന്നില്ല, പാവം. ദൈവം പറഞ്ഞു, ശരി, നിന്റെ അപവാദത്തിന്റെ ശക്തി ഉണ്ടല്ലോ, നോക്കാം നിനക്ക് അവനെ തൊടുവാൻ സാധിക്കുമോ എന്ന്. ദൈവം അവനെ സമ്മതിച്ചു. ആയുധങ്ങൾ എന്തൊക്കെയാണ് അവൻ ഉപയോഗിച്ചത്? 1, ഇവിടെ കാണുന്നു, കൽദേർക്കാർ
രണ്ട് വ്യത്യസ്ത പീപ്പിൾ ഗ്രൂപ്പ്സ്. ഇന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവിനോട് പറഞ്ഞു, സഭയിൽ ചില കമ്മ്യൂണൽ പവേഴ്സ് ആൾക്കൂട്ടത്തിൻ്റെ ശക്തികളെ ശാസിച്ച് പ്രാർത്ഥിക്കണം എന്ന്. കാര്യം പിശാചിൻ്റെ കയ്യിൽ അവൻ അപവാദം പറഞ്ഞ് ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് പെർമിഷൻ എടുത്തു കഴിഞ്ഞാൽ അവൻ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആയുധമാണ് ആൾക്കൂട്ടങ്ങളെ വിരോധമായി എഴുന്നേൽപ്പിക്കും. ഇന്ന് സഭയായി യേശുവിൻ്റെ നാമത്തിൽ പിശാചിൻ്റെ കരങ്ങളിലുള്ള ആൾക്കൂട്ടങ്ങളെ ചലിപ്പിച്ച് സഭയ്ക്ക് വിരോധമായി എഴുന്നേൽക്കുവാൻ വരുന്ന പിശാചിൻ്റെ പദ്ധതികളെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ശാസിക്കുകയാണ്. പിശാചെ അപവാദം പറഞ്ഞ് ആൾക്കാരെ കുത്തിയിളക്കി, ആൾക്കാരെ ഇളക്കി സഭയ്ക്ക് വിരോധമായി, ദൈവജനത്തിന് വിരോധമായി കൂട്ടിക്കൊണ്ടുവരുന്ന ആൾക്കൂട്ടത്തിന്റെ ബലത്തെ യേശുവിന്റെ നാമത്തിൽ ചിതറിമാറുവാൻ കൽപ്പിക്കുന്നു. ഒരു വഴിയായി വരുന്ന ശത്രു 7 വഴിയായി ചിതറിമാറട്ടെ. അവൻ അപവാദം പറഞ്ഞു, ആൾക്കൂട്ടത്തെ ഇളക്കി വിട്ടു. ആടുമാടുകൾ, അവന്റെ ഒട്ടകങ്ങൾ, ദാസന്മാർ സകലത്തെയും ആൾക്കാർ കൊണ്ടുപോയി. ആൾക്കാരല്ലായിരുന്നു ശത്രുക്കൾ, ഇതാ സാത്താനായിരുന്നു, അപവാദിയായിരുന്നു ശത്രു. അവൻ ആൾക്കാരെ ഇളക്കി വിട്ടു. ഞാനൊരു കാര്യം മാർമികമായി പറയട്ടെ, പിശാച് ഇളകി കഴിയുമ്പോൾ ചില ആൾക്കാരെ നമുക്ക് വിരോധമായി വിടും. ആൾക്കാരോട്, ജഡരക്തങ്ങളോടല്ല നമുക്ക് യുദ്ധം. അതിൻ്റെ പിൻപിൽ വ്യാപരിക്കുന്ന ഒരു അപവാദിയുണ്ട്. അവനോട് യേശുവിൻ്റെ നാമത്തിൽ ആൾക്കാരെ കുത്തിയിളക്കി വിടുന്ന ആ ദുർശക്തിയെ നിന്നോട് ഞാൻ കൽപ്പിക്കുകയാണ്, യേശുവിൻ്റെ നാമത്തിൽ കീഴടങ്ങ്. അത് സംഭവിച്ചിരിക്കും. ആകാശത്തിൽ നിന്നൊരു തീ വന്നു, ഇടിവെട്ടിയതായിരിക്കും, എനിക്കറിയത്തില്ല അതിനെക്കുറിച്ച്. ഒരു വലിയ കാറ്റ് വന്നു. പ്രകൃതിയുടെ ശക്തിയെ പിശാച് എഴുന്നേൽപ്പിക്കുവാൻ സാധ്യതയുണ്ട്. ഇന്ന് പകൽക്കാലം പ്രകൃതിയുടെ ശക്തിയുടെ മേലും പിശാചിന്റെ ആയുധങ്ങളുടെ മേലും ദൈവജനത്തിന് അധികാരമുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് ചില നിമിഷങ്ങൾ ദൈവത്തെ സ്തുതിക്കട്ടെ. We renew that authority. ആ അധികാരത്തെ ഞങ്ങൾ വീണ്ടും യേശുവിന്റെ നാമത്തിൽ ഉണർത്തുകയാണ്, ഏറ്റെടുക്കുകയാണ്. പിശാചെ അപവാദം പറഞ്ഞ ആൾക്കൂട്ടത്തെയും അപവാദം പറഞ്ഞ പ്രകൃതി ശക്തികളെയും ദൈവജനത്തിനും ദൈവസഭയ്ക്കും ദൈവത്തിന്റെ രാജ്യത്തിനും വിരോധമായി എഴുന്നേൽപ്പിക്കുവാൻ നിൽക്കുന്ന പൈശാചിക പദ്ധതികളെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുകയാണ്. The power of accusation, അപവാദത്തിന്റെ ശക്തിയെ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ നിർവീര്യമാക്കുകയാണ്. ദർശനത്തെ ഇല്ലാതാക്കുവാൻ ഇതാ യോശുവ പുരോഹിതന് ഒരു ദർശനം ദൈവം നൽകി. തന്നെ ഏൽപ്പിച്ച ദർശനത്തിന്റെ മുൻപിൽ, പ്രവൃത്തിയുടെ മുൻപിൽ താൻ വളരെ ശക്തമായി നിൽക്കുമ്പോൾ പിശാച് വന്നൊരു അപവാദം. ആദ്യം പറഞ്ഞ അപവാദത്തിന് അസ്യൂംഡ്, അതിൻ്റെ അകത്ത് യാതൊരു സത്യവുമില്ലായിരുന്നു, വെറുതെ നിരൂപിച്ച് ഉണ്ടാക്കി പറഞ്ഞ ആരോപണങ്ങളാണ്. നീ അവനെ ഒന്ന് തൊട്ടാൽ, അവന് ചുറ്റുമുള്ള വേലിയൊന്ന് പൊളിച്ചാൽ, കർത്താവ് പറഞ്ഞു ശരി, പൊളിച്ചു നോക്ക്. 2-ാമത്തെ അധ്യായത്തിൽ വീണ്ടും വരുന്നു, വന്നിട്ട് പറയുകയാണ്, ഞാൻ എന്നാലും തോറ്റെന്ന് സമ്മതിക്കത്തില്ല. ഒരു കാര്യം ചെയ്യും, അവൻ്റെ ശരീരത്തെ ഒന്ന് നോക്കണം. അവൻ്റെ ശരീരത്തെ തൊട്ടാൽ മുഖത്ത് നോക്കി അവൻ നിന്നെ തള്ളി പറയും. അതാ പറഞ്ഞു ശരി, അവൻ്റെ ശരീരത്തെ വിട്ട് തൊട്ട് ജീവനെ തൊടരുത്, ശരീരത്തെ തൊട്ട് നോക്കിയോ. അവൻ്റെ ശരീരത്തിൽ മുഴുവൻ രോഗങ്ങളിട്ടു. അവൻ്റെ ഭാര്യ, അവനെ ആശ്വസിപ്പിക്കാൻ വന്ന 3 സ്നേഹിതന്മാർ, തൻ്റെ സ്നേഹിതന്മാർ എല്ലാവരും തനിക്ക് വിരോധമായി. നോക്കിയാൽ തൻ്റെ ശരീരത്തിൽ വരുന്ന രോഗങ്ങൾ, തൻ്റെ ബന്ധങ്ങളെ ഉലച്ചു കളയുന്നത് സകലത്തിൻ്റെയും പിൻപിൽ ഒരു പൈശാചിക ശക്തിയുടെ സാധ്യതയുണ്ട് എന്ന് മറക്കരുത്. ഇന്നത് ഓരോന്ന് പറയുമ്പോൾ ഇത് ഇൻഫർമേഷനേക്കാൾ, ഇത് അറിവിനേക്കാൾ ഉപരി ചിലരുടെ ജീവിതത്തിൽ പിശാച് കൊണ്ടിടുന്ന ചില തന്ത്രങ്ങളെ ഇന്ന് എക്സ്പോസ് ചെയ്ത് അതിനെ പരസ്യകോലമാക്കി അതിനെ ഇന്ന് ക്യാൻസൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലരുടെ ജീവിതത്തിൽ ആൾക്കൂട്ടങ്ങളെ ഇളക്കി, വ്യക്തികളെ ഇളക്കി, ബന്ധങ്ങളെ ഉലച്ച്, ഇതാ പ്രകൃതി ശക്തികളെ ഉണർത്തി, രോഗശക്തികളിട്ട് പലരുടെയും ജീവിതത്തെ തകർത്ത് കളയുവാൻ, ദർശനത്തെ ഇല്ലാതാക്കി കളയുവാൻ നിൽക്കുന്ന ചില പൈശാചിക മണ്ഡലങ്ങളോട് ഇന്ന് സഭയായി ഞങ്ങൾ കൽപ്പിക്കുകയാണ്, ബി സ്റ്റിൽ, കീഴടങ്ങ്, ക്യാൻസൽ ആകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ജയമെടുക്കുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. യോശുവയ്ക്ക് ഒരു ദർശനം ലഭിച്ചു. യോശുവയോട് പറഞ്ഞു, നീ ചില ശുശ്രൂഷകൾ ചെയ്യുക. പെട്ടെന്ന് വായിക്കുന്നില്ല, സമയത്തിന്റെ ചുരുക്കം കൊണ്ട് വായിക്കുന്നില്ല. സെക്കറിയ പ്രവചനം 3-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ പിശാച് അവിടെ വന്ന് അപവാദം പറയുവാൻ തുടങ്ങി. ദൂതന്റെ മുൻപിൽ നിൽക്കുന്ന യോശുവ, ലോകത്തിൽ നിൽക്കുന്നവരായിരുന്നെങ്കിൽ ഓക്കെ, ദൂതന്റെ മുൻപിൽ, ദൈവത്തിന്റെ സന്നിധിയിൽ, ആലയത്തിന്റെ അകത്ത് നിൽക്കുന്ന യോശുവയുടെ വസ്ത്രം മുഷിഞ്ഞു. കാരണമുണ്ട്. യോബിന്റെ ജീവിതത്തിൽ കാരണമില്ലായിരുന്നു, പക്ഷേ ഇതാ യോശുവയുടെ ജീവിതത്തിൽ കാരണമുണ്ട്. ആ കാരണമുണ്ടെങ്കിലും കാരണമില്ലെങ്കിലും അപവാദം പറഞ്ഞിരിക്കും. അതവൻ്റെ പേരാണ്, അതവൻ്റെ പ്രവൃത്തിയാണ്, അവൻ അത് ചെയ്തിരിക്കും. ഇയ്യോബ് അപവാദത്തിന്റെ മുൻപിൽ പ്രതികരിച്ചില്ല, അല്ലെങ്കിൽ നേരായി പ്രതികരിച്ചു. തൻ്റെ ദൈവത്തോടുള്ള പ്രതികരണം നേരെയായിരുന്നു, പക്ഷേ പിശാചിനോട് പ്രതികരിക്കേണ്ടതുപോലെ പ്രതികരിക്കാൻ സാധിച്ചില്ല. യോശുവ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ പിശാച് വന്ന് പറയുകയാണ്, സാത്താൻ വന്ന് പറയുകയാണ്, ഇവന്റെ വസ്ത്രം മുഷിഞ്ഞിരിക്കുകയാണ്. അപവാദം, ഇവന്റെ വസ്ത്രം മുഷിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് നിനക്കെന്നെ, അതുകൊണ്ട് ശുശ്രൂഷയ്ക്ക് വല്ലോ കുറവുമുണ്ടോ? അതുകൊണ്ട് അതിൻ്റെ അർത്ഥം വസ്ത്രം മുഷിഞ്ഞവർ പിശാചിന്റെ അപവാദത്തിൽ തെറ്റൊഴിയുമെന്നല്ല, നോ. പക്ഷേ അവിടെ ദൈവത്തിന്റെ കൃപ വെളിപ്പെട്ടു.
കർത്താവ് പറയുകയാണ്, ദൈവം നിന്നെ ഭത്സിക്കട്ടെ. See the response. ഇയ്യോബിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത ഒരു റെസ്പോൺസ്, ഒരു പ്രതികരണം. സെക്കറിയ പ്രവചനം 3-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അക്യൂസേഷൻ, അപവാദം പറയുന്ന ശത്രുവിനെ എങ്ങനെ നേരിടാം? അവനെ ഭത്സിക്കുക. നിനക്കിന്ന പ്രശ്നമുണ്ട് എന്ന് പറയുമ്പോൾ നീ ചോദിക്കാനാരാ? നീ മിണ്ടാതിരിക്കുക. ദൈവം നിന്നെ ഭത്സിക്കട്ടെ എന്ന് ഭത്സിക്കുവാൻ തന്റെ ഇടമുള്ള ചിലർ ഇതിന്റെ അകത്ത് എഴുന്നേൽക്കട്ടെ. ഞാൻ പറയട്ടെ, അപവാദിയുടെ ശക്തിയെ ഇന്ന് പകൽക്കാലം അടുത്തൊരളവിലേക്ക് നിർവീര്യമാക്കുവാൻ ചിലർ പിശാചിന്റെ ശക്തികളെ ഭത്സിക്കുവാൻ, അതിനെ ശാസിക്കുവാൻ ആലയത്തിന്റെ അകത്ത് ദർശനമുള്ളവർ എഴുന്നേൽക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇതാ യോശുവ പറഞ്ഞു, കർത്താവേ, യോശുവ വല്ലാതിരിക്കുക. കാര്യം വസ്ത്രം മുഷിഞ്ഞാന്ന് യോശുവയ്ക്കും അറിയാം, എന്ത് ചെയ്യണം എന്നറിയത്തില്ല. കർത്താവ് പറയുക, പിശാചേ, യഹോവ നിന്നെ ഭത്സിക്കട്ടെ. പ്രതികരണം കറക്റ്റായി തീർന്നു. ഹല്ലേലൂയ. ഒരിക്കൽ പത്രോസിനെ കുറിച്ച് കർത്താവ് പറഞ്ഞു, പത്രോസേ, പിശാച് നിന്നെ പാറ്റിക്കളയുവാൻ എന്നോട് അനുവാദം ചോദിച്ചു. അക്യൂസ് ചെയ്യുക, ഇവനെ ഒന്ന് പാറ്റണം, എനിക്ക് ഇവനെ ഒന്ന് ശരിയാക്കണം, എടുത്തൊന്ന് കൊടയണം, ഇവനെ ആകപ്പാടെ യാതൊന്നുമില്ല എന്ന് പരസ്യകോലമാക്കണം. ഇവനെ ഇപ്പോൾ പാറ്റിയാൽ, ഒരു പെൺകുട്ടിയുടെ മുൻപിൽ ഇവൻ കർത്താവിനെ തള്ളിപ്പളയുന്നവനാണ്. ഇങ്ങനെയുള്ളവനെ ഒന്ന് പാറ്റണം, ഇവനെ നിലനിൽക്കുവാൻ കഴിയാത്തതുപോലെ ഒന്നെടുത്ത ശോധന ചെയ്യണം, കുലുക്കണം. യോബായിരുന്നെങ്കിൽ പറഞ്ഞ കർത്താവ് പറഞ്ഞാലും ശരി. പക്ഷെ പത്രോസിനെ അറിയാവുന്ന കർത്താവ് പറഞ്ഞു, വേണ്ട, ഇപ്പോൾ അത് ചെയ്യേണ്ട. പ്രൈസ് ദി ലോർഡ്. ഇന്നും നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്ന ഒരു കർത്താവ് ഉണ്ടെന്ന് മറക്കരുത്. പക്ഷേ അത് വായിച്ചേ പറ്റത്തുള്ളൂ. ക്യാൻ വി റീഡ് ദാറ്റ് പ്ലീസ്? ആ ഒരു വാക്യം വായിക്കണം. ഏതാണെന്നറിയാമോ? എബ്രായ ലേഖനം 7-ാം അധ്യായം 25-ാം വാക്യം. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. പ്രൈസ് ദി ലോർഡ്. ആ വാക്യത്തിന്റെ അർത്ഥം ഒന്നുകൂടെ വായിക്കുമ്പോൾ കുറച്ചും കൂടി ഡീപ്പായിട്ട് മനസ്സിലാവും. ഒന്നുകൂടെ വായിക്കുവാൻ പോകുക. അതിന് മുമ്പേ ഞാൻ പറയട്ടെ, ദൈവത്തിങ്കിലേക്ക് യേശു ക്രിസ്തു മുഖാന്തരം കടന്നു വരുന്നവർ, ഇല്ലെങ്കിൽ ദൈവസന്നിധിയിൽ രക്ഷയ്ക്കായി കടന്നു വരുന്നവർ, കർത്താവേ, എൻ്റെ ആത്മാവിന്റെ രക്ഷ, എൻ്റെ വികാരങ്ങളിൽ, എൻ്റെ വിചാരങ്ങളിൽ, എൻ്റെ നടപ്പിൽ, എൻ്റെ സാമ്പത്തികത്തിൽ, എൻ്റെ ബന്ധങ്ങളിൽ, എൻ്റെ രോഗത്തിൽ, സകലത്തിലും എനിക്ക് രക്ഷ ആവശ്യമാണ് എന്ന് പിതാവിന്റെ അടുക്കൽ ഓടിച്ചാടിക്കേഴി വന്നതിനെ കുറിച്ചല്ല, പിതാവിന്റെ അടുക്കൽ യേശു ക്രിസ്തുവിൽ കൂടെ. നമ്മുടെ പ്രാർത്ഥനയുടെ വാക്കുകൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. യേശു ക്രിസ്തു എന്ന മധ്യസ്ഥനല്ലാതെ മറ്റൊരു മധ്യസ്ഥൻ ദൈവത്തിനും മനുഷ്യനും മധ്യയിലില്ല. ഞാൻ എൻ്റെ ആശയമല്ല പറഞ്ഞത്, വചനമാ പറഞ്ഞത്. ക്രിസ്തുവിൽ കൂടെ ദൈവത്തിന്റെ അടുക്കൽ വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ എന്ന് പറഞ്ഞാൽ അവരുടെ ആത്മാവിന്റെ രക്ഷ മാത്രമല്ല, അവരുടെ മനസ്സിലുള്ള സ്വസ്ഥത മാത്രമല്ല, സമാധാനം മാത്രമല്ല, അവരുടെ ജീവിതത്തിന്റെ ഓരോ വഴികളിൽ അവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ, വിടുവിക്കുവാൻ സദാ പക്ഷവാദം ചെയ്യുന്ന ഒരു കർത്താവ് നമ്മൾക്ക് വേണ്ടിയുണ്ട്. പത്രോസേ, നിന്നെ പാറ്റുവാൻ പിശാച് പരിശ്രമിച്ചപ്പോൾ ഞാൻ നിന്നെ സമ്മതിച്ചില്ല. ഞാൻ നിനക്ക് കാവൽ തന്നു. യോശുവയ്ക്ക് വിരോധമായി ഇതാ പിശാച് എഴുന്നേറ്റ് വസ്ത്രത്തെക്കുറിച്ച് അപവാദം പറഞ്ഞപ്പോൾ അവനെ ശാസിക്കുവാൻ, പിശാചിനെ ശാസിക്കുവാൻ നമ്മുടെ കർത്താവ് ഉണ്ടായിരുന്നു. ഇയ്യോബിനെ കുറിച്ച് കർത്താവിന് ധൈര്യമുണ്ടായിരുന്നു. അതിന് പ്രതികരിക്കുവാൻ ആരും പോയില്ല, രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ ആരും പോയില്ല. ഇതാ ഇയ്യോബ് വലിയൊരു പ്രോസസ്സിൽ കൂടെ പോയി, ഒടുവിൽ അത് നന്മയ്ക്കായി. പക്ഷേ ഇയ്യോബ് വലിയൊരു പ്രശ്നത്തിൽ കൂടെ, പ്രയാസത്തിൽ കൂടെ കടന്നു. ഇന്ന് നമ്മളെ പൂർണ്ണമായി വിടുവിക്കുവാൻ സാധിക്കുന്ന ഒരു കർത്താവുണ്ട്. ആ വാക്യം ഒന്നുകൂടെ വായിച്ചാട്ട്, എബ്രായ ലേഖനം 7:25. ദർശനത്തിന്റെ പൂർത്തീകരണത്തിനായി ചിലർ ദൈവസന്നിധിയിൽ കടന്നു വരട്ടെ. പിശാചിന്റെ അപവാദങ്ങൾക്ക് മീതെ ദൈവം പൂർണ്ണമായി രക്ഷിക്കുവാൻ കർത്താവായ യേശു നമ്മൾക്ക് വേണ്ടി ഇന്നും പക്ഷവാദം ചെയ്യുന്നു. വായിച്ചാട്ടെ 7:25. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. പ്രൈസ് ദി ലോർഡ്. കരമുയർത്തിയൊരു സ്തോത്രം പറയാമോ? Amen, amen, amen. മാത്രമല്ല, പഴയ നിയമത്തിൽ കാണുന്നു, പിശാച് അപവാദം പറയുമ്പോൾ ഇയ്യോബ് തിരിച്ചറിയുന്ന പോലുമില്ല. ഇയ്യോബ് യാഗം കഴിക്കുന്നുണ്ട്, പക്ഷേ ഇയ്യോബ് തിരിച്ചറിയുന്ന പോലുമില്ല. അപവാദം ഉയരുമ്പോൾ അതിനെ കൗണ്ടർ ചെയ്യുന്ന വാക്കുകൾ, അപവാദം ഉയരുമ്പോൾ അതിനോട് പ്രതികരിക്കുന്ന വാക്കുകൾ ഇയ്യോബിന്റെ ചരിത്രത്തിൽ കാണുവാനില്ല. യോശുവയുടെ ചരിത്രത്തിൽ ദൈവം ശാസിച്ചു. പത്രോസിനെ പാറ്റുവാൻ വന്നപ്പോൾ കർത്താവ് പറഞ്ഞു, വേണ്ട, ഇപ്പോൾ വേണ്ട, പ്രതികരിച്ചു. നമ്മൾ പ്രതികരിക്കണം, ഇല്ലെങ്കിൽ അപവാദിക്ക് നമ്മുടെ മേൽ അധികാരമുണ്ട്. മൗനമായിരുന്നാൽ സമ്മതമാണ്. നമുക്കെല്ലാം അറിയാവുന്ന മൗനം സമ്മതമാണ് എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. നിങ്ങളെല്ലാം മൗനമായിരിക്കുമ്പോൾ ഞാൻ പറയുന്നതെല്ലാം നിങ്ങൾ സമ്മതിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു.
മൗനമായിരുന്നാൽ അപവാദിയെ, അവൻ്റെ വാക്കുകളെ നമ്മൾ സമ്മതിച്ചു കൊടുക്കുക. യെസ്, ഗോ ഹെഡ്, ഡു ഇറ്റ്. ശരി, അടിച്ചോ പിടിച്ചോ, നോ പ്രോബ്ലം. ആയുധങ്ങൾ, നിന്റെ പ്രവൃത്തികൾ, നിന്റെ യുദ്ധങ്ങൾ വരട്ടെ. പക്ഷേ ദൈവ പൈതൽ ഒരു കാര്യം ഓർക്കണം, വി നീഡ് ടു ബി പ്രൊആക്റ്റീവ് ആൻഡ് വി നീഡ് ടു റെസ്പോണ്ട്. നമ്മൾ പ്രതികരിക്കണം. നമ്മൾ അതിൻ്റെ മുൻപിൽ എഴുന്നേറ്റെങ്കിൽ അപവാദിയുടെ അപവാദത്തിന് സ്ഥാനമില്ല. ഒരു വാക്യം കൂടെ വായിച്ചിട്ട് ഈ ആശയം തെളിയിക്കുവാൻ ആഗ്രഹിക്കുക. റോമാലേഖനം 8-ാം 26-27 വാക്യങ്ങൾ. റോമാലേഖനം 8:26-27. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷവാദം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതിന്റെ പൂർണ്ണ വ്യാഖ്യാനത്തിലേക്ക് ഇറങ്ങുവാൻ ഞാൻ ഇന്ന് സമയം എടുക്കുന്നില്ല. പക്ഷേ ഞാൻ പറയട്ടെ, നമ്മൾ എവണ്ണം പ്രാർത്ഥിക്കണം എന്നറിയുന്നില്ല. ഇയ്യോബിനെ പോലെ പിശാച് എന്ന കർത്താവേ അവന്റെ വേലി പൊളിക്കും, അവന്റെ ശരീരത്തെ തൊട്, അവന്റെ ഭാര്യ, അവന്റെ സ്നേഹിതന്മാർ, അവന്റെ ആടുമാടുകൾ, കന്നുകാലികൾ, അവന്റെ സേവകന്മാർ, അവന്റെ വേലക്കാർ, സകലതിനെയും തകർത്ത്, മക്കളെ തകർത്ത് കഴിഞ്ഞപ്പോഴും ഇയ്യോബ് അവിടെ കിടന്ന്, കർത്താവേ സാരമില്ല, ഇതിന്റെ നടുവിലും ഞാൻ ദൈവത്തെ തള്ളി പറയത്തില്ല, പൊട്ടിയെ പോലെ സംസാരിക്കാതെന്നൊക്കെ വളരെ നല്ല പ്രതികരണങ്ങൾ ഉയർന്നെങ്കിലും പ്രതികരിക്കേണ്ടതുപോലെ, ഇല്ലെങ്കിൽ അപവാദിയുടെ ശക്തിയെ ചെറുത്തു നിൽക്കുവാൻ, അതിനെ അതിജീവിക്കുവാൻ ആവശ്യമുള്ള പ്രതികരണം ഇയ്യോബിൽ ഇല്ലാതായിപ്പോയി. യോശുവ പുരോഹിതൻ പെട്ടെന്ന് എങ്ങനെ പ്രതികരിക്കണം എന്ന് ഒരുപക്ഷേ ശ്രദ്ധിക്കാതെ, ചിന്തിക്കാതെ അവിടെ നിന്ന് പോയപ്പോൾ കർത്താവ് തനിക്ക് വേണ്ടി പ്രതികരിച്ചു. പത്രോസ് അറിഞ്ഞുപോലുമില്ല പിശാച്, സാത്താൻ യേശു കർത്താവിൻ്റെ അടുക്കൽ വന്ന് അവനെ ഒന്ന് റിലീസ് ചെയ്യണം, അവനെ ഒന്ന് പാറ്റി, അവനെ ഒന്ന് ശരിയാക്കി, ഒന്ന് ടെസ്റ്റ് ചെയ്ത് തരാം എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ പ്രതികരണം കർത്താവ് പറഞ്ഞപ്പോഴാണ് പത്രോസ് അറിയുന്നത്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, നമ്മൾ കർത്താവിൻ്റെ അടുക്കൽ ചെന്നാൽ നമ്മൾ അറിയാത്ത വിഷയങ്ങളിൽ യേശു കർത്താവ് ഓരോ ദിവസവും സദാ നമ്മൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്തിരിക്കും. പിശാച് വന്ന്, കർത്താവ് അവൻ്റെ വാക്കുകൾ കേട്ടോ, അവൻ്റെ പ്രവൃത്തി കണ്ടോ, അവൻ്റെ ഹൃദയത്തിലെ ദുരുദ്ദേശം കണ്ടോ, അതുകൊണ്ട് അവനെ ഒന്ന് തൊട്ടേ പറ്റത്തുള്ളൂ, അവനെ രോഗിയാക്കിയേ പറ്റത്തുള്ളൂ, അവനെ ബന്ധനത്തിലാക്കിയേ പറ്റത്തുള്ളൂ എന്ന് പിശാച് പറയുമ്പോൾ കർത്താവ് പറയും, നോ, ഇതാ അവൻ എൻ്റെ അടുക്കൽ രക്ഷയ്ക്കായി കടന്നു വന്നിരിക്കുകയാണ്, അവൾ എൻ്റെ അടുക്കൽ അവളുടെ രക്ഷയ്ക്കായി കടന്നു വന്നിരിക്കുകയാണ്. പിശാചെ, ഞാൻ നിന്നെ തൊടുവാൻ സമ്മതിക്കുകയില്ല. അവണ്ണം തന്നെ നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നറിയാതിരിക്കുമ്പോൾ നമ്മൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമല്ല, പകരം നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവും നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിക്കുവാൻ, ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമ്മുടെ ഉള്ളിൽ നിന്നും ഉയരുന്ന പ്രാർത്ഥനകൾ ദൈവത്തിന്റെ സന്നിധിയിൽ പിശാചിനെ, അപവാദിയെ തോൽപ്പിക്കുന്നത് പോലെ പ്രാർത്ഥനയായി അകത്തു ഉയരട്ടെ എന്ന് ഞാൻ യേശുവിന്റെ നാമത്തിൽ സഭയ്ക്ക് വേണ്ടി ദർശനത്തിന്റെ അടുത്തൊരു അളവിനായി ഒരു പുതിയ പകർച്ച റിലീസ് ചെയ്യുകയാണ്. പലരുടെയും ജീവിതത്തിൽ അപവാദിയായവൻ, പിശാചായവൻ കൊണ്ടുവന്നിടുന്ന സകല പ്രശ്നത്തെയും ഇന്ന് പകൽക്കാലം അതിജീവിക്കുവാൻ ആവശ്യമുള്ള ഒരു പുതിയ ശക്തി എന്റെ ദൈവം പകർന്നുകൊണ്ടിരിക്കുകയാണ്. അപവാദി. അടുത്തൊരു പേര് ഞാൻ 3 പേരെങ്കിലും എടുക്കുവാൻ ആഗ്രഹിക്കുക. രണ്ടാമത്തെ ഒരു പേരാണ് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 9-ാം വാക്യം. സമയത്തിന്റെ ചുരുക്കം കൊണ്ട് ഒരു പക്ഷേ ഞാൻ അത് അധികം പറയുകയില്ല, ജസ്റ്റ് പെട്ടെന്ന് വായിച്ചു വിടാം. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. മുഴുവൻ ലോകത്തെയും വഞ്ചിക്കുന്ന, കറക്റ്റ് വാക്ക് എന്തായിരുന്നു? ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന, ഡിസീവ്, വഞ്ചിച്ചു കളയുന്ന, തെറ്റിച്ചു കളയുന്ന. ഹവ്വയുടെ കാലം മുതൽ ഇവന്റെ പരിപാടി ഇത്, ഡിസീവ്. ഒന്ന്, അപവാദം പറയുക. അതിനേക്കാൾ കൂടുതൽ അവനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപവാദത്തിൽ തോറ്റുപോയാൽ പിന്നെ ഒരു ആയുധവും നിങ്ങൾക്ക് വിരോധമായി എടുക്കുവാൻ സാധിക്കുകയില്ല. 2, അവൻ വഞ്ചിച്ചു കളയും. അപവാദം പറഞ്ഞിട്ട് സെറ്റാകുന്നില്ലെങ്കിൽ വന്ന് വഞ്ചിച്ചു കളയും. അനേക വാക്യങ്ങൾ എടുക്കുവാനുണ്ടെങ്കിലും ഞാനിവിടെ ജസ്റ്റ് ചില ആശയങ്ങൾ മാത്രം പറഞ്ഞു വിടാം. ഇസ്കറിയോത്തായ യൂദ കർത്താവിന്റെ സന്നിധിയിൽ വന്ന് നിൽക്കുകയാണ്. ഇല്ലെങ്കിൽ യേശു കർത്താവ് ഇരിക്കുന്ന അതേ അന്തിമ ആ ശുശ്രൂഷ ചെയ്യുന്ന കർത്താവിന്റെ അടുക്കലിരിക്കുകയാണ്. ദൈവപുത്രന്മാർ ഒരുമിച്ച് ദൈവസന്നിധിയിൽ വന്നപ്പോൾ അതിന്റെ നടുവിൽ വരാവുന്ന സാത്താനാണ് യേശു കർത്താവിന്റെ അടുക്കൽ വരാൻ കഴിയാത്തത്. അവിടെ വന്നു കർത്താവ് അപ്പവും വീഞ്ഞും എടുത്ത് ഇസ്കറിയോത്തായ യൂദയുടെ വായിൽ വെച്ച് കൊടുത്തപ്പോൾ അവന്റെ അകത്ത് ഇന്നരം ആ സമയം ഇതാ പിശാച് കടന്നു, സാത്താൻ കടന്നു. അനേക വാക്യങ്ങൾ. അനന്യാസും സഫീറയും അവർ നല്ല ഉദ്ദേശത്തോടുകൂടി ഒരളവിൽ അവർക്കുള്ളത് സകലതും വിറ്റ് ഒരു ഭാഗം ആരാധനാലയത്തിൽ കൊണ്ടുവച്ചു. പത്രോസ് അപ്പോസ്തലൻ ചോദിക്കുന്നു, നിന്നെ ഹൃദയത്തിന്റെ അകത്ത് വഞ്ചനയാൽ നിറച്ചത്, filled you with lies, നിന്റെ വഞ്ചനയാൽ നിന്റെ ഹൃദയത്തെ നിറയ്ക്കുവാൻ സാത്താൻ എങ്ങനെ സാധിച്ചു? കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ പറയുന്നു, അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സഭയുടെ അടിസ്ഥാനം എന്ന് വചനം പഠിപ്പിക്കുന്ന അളവിൽ നിൽക്കുന്നവരെ പോലും പിശാച്
വെളിച്ചദൂതന്റെ വേഷം ധരിച്ചു വരുന്നവൻ, ലിസൺ, ശ്രദ്ധിക്കണം, വെളിച്ചദൂതന്റെ വേഷം ധരിച്ചു വരുന്നവൻ അവൻ വഞ്ചിക്കും. ആ വഞ്ചനയിൽ അകപ്പെടാതിരിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്തതിനും ആ ഒരു വാക്യം പറഞ്ഞേ പറ്റത്തുള്ളൂ. വായിച്ചാട്ട് ഗലാത്യ ലേഖനം 6-ാം അധ്യായം 7-ാം വാക്യം. വഞ്ചിക്കുന്നവനെ, തെറ്റിച്ചു കളയുന്നവനെ അവന്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുവാതിരിക്കുവാൻ എന്തു ചെയ്യുവാൻ സാധിക്കും? വഞ്ചനപ്പെടാതിരിപ്പീൻ, ദൈവത്തെ പരിഹസിച്ചുകൂടാ, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ഒറ്റ പരിഹാരമേ ഉള്ളൂ. അപ്പോസ്തലന്മാരെ, പ്രവാചകന്മാരെ, വിശ്വാസ വീരന്മാരെ ഒക്കെയും വഞ്ചിച്ചു കളയുന്ന ഈ മഹാസർപ്പമായ, വഞ്ചകനായ, തെറ്റിച്ചു കളയുന്ന പിശാച് ഹൗവയെ ഉപായത്താൽ വഞ്ചിച്ചു കളഞ്ഞവൻ, തെറ്റിച്ചു കളഞ്ഞവൻ. അവൻ നമ്മളെ തൊടാതിരിക്കണമെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, വിതയ്ക്കുന്നത് കൊയ്യുമെന്ന് മനസ്സിലാക്കി ഓരോ നിമിഷവും എൻ്റെ വാക്കുകൾ, എൻ്റെ ചിന്തകൾ ഹൃദയശുദ്ധിയുള്ളതാണെങ്കിൽ അവർ ദൈവത്തെ കണ്ടിരിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഇല്ലെങ്കിൽ അപ്പോസ്തലൻ എന്നുള്ള ടൈറ്റിൽ, റൈറ്റ് റെവറൻഡ് ഡോക്ടർ, എന്ത് ടൈറ്റിൽ ഉണ്ടെങ്കിലും ഞാൻ പറയട്ടെ, ഇതൊന്നും പിശാചിനൊരു വിഷയമല്ല. വിതയ്ക്കുന്നത് കൊയ്തിരിക്കും. അപ്പോസ്തലനായിരിക്കും, പ്രവാചകനായിരിക്കും, പാവപ്പെട്ട വിശ്വാസിയായിരിക്കും. പക്ഷേ ഹൃദയത്തിൻ്റെ അകത്ത് കപടതയോടെ, ഹൃദയത്തിൻ്റെ അകത്ത് മാനിപ്പുലേഷൻ, ഇങ്ങനെ പറഞ്ഞാൽ ആ നന്മ എനിക്ക് ലഭിക്കും, ഇങ്ങനെ പോയാൽ അല്പം കൂടെ പണം ലഭിക്കും, അങ്ങനെ ചെയ്താൽ എനിക്ക് അല്പം കൂടെ പ്രശസ്തി ലഭിക്കും, ഇങ്ങനെ പോയാൽ എനിക്ക് പേര് വർദ്ധ, എൻ്റെ സ്വാർത്ഥ ഇച്ഛകൾക്ക് വേണ്ടി ഒരു ചെറിയ പ്രവൃത്തി ചെയ്താൽ മറക്കരുത്, വാതിൽ തുറക്കുകയാണ്, വഞ്ചിക്കുന്നവൻ അകത്തു വരുവാൻ സാധിക്കും. നമ്മൾ വാതിൽ തുറന്നില്ലെങ്കിൽ, ഞാൻ പറയട്ടെ, എത്ര പാവപ്പെട്ട വിശ്വാസിയാണെങ്കിലും പിശാചിന് തൊടുവാൻ സാധിക്കുകയില്ല. ഇതൊന്ന് ശ്രദ്ധിച്ചു കേട്ടോണം. കർത്താവേ, എനിക്ക് അന്യഭാഷയില്ല, പ്രവചനമില്ല, കൃപാവരമില്ല, ഞാൻ സാധാരണ പാവപ്പെട്ട ഒരു വിശ്വാസിയാണ്. വലിയ അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെയും കൃപാവരപ്രാപ്തന്മാരെയും ഒക്കെ തകർത്തിരിക്കുന്ന ഈ പിശാചിന്റെ മുൻപിൽ ഞാൻ എങ്ങനെ ചെറുത്തു നിൽക്കും, എങ്ങനെ പിടിച്ചു നിൽക്കും? നീ ഒന്നും ഭാരപ്പെടേണ്ട. നീ നിന്റെ പ്രവൃത്തികൾ സൂക്ഷിച്ചാൽ ഒരു പിശാചിനും നിന്നെ തൊടുവാൻ സാധിക്കുകയില്ല. അപ്പോസ്തലനാണോ പ്രവാചകനാണോ പിശാചിന് വിഷയമല്ല. നിന്റെ ഹൃദയത്തിന്റെ ശുദ്ധിയില്ലെങ്കിൽ മനുഷ്യൻ വിതയ്ക്കുന്നത് കൊയ്തിരിക്കും, വഞ്ചിക്കപ്പെട്ടിരിക്കും. പലരുടെയും അകത്ത് ദർശനം ദൈവം കൊടുത്തു, പക്ഷേ ചെറിയ നിസ്സാര കാര്യങ്ങൾ, ഒരിച്ചിരി കൈനിട്ട് ഒരല്പം അവരെ ഒന്ന് സന്തോഷിപ്പിച്ചാൽ നമുക്ക് ഇങ്ങനെ ഒരു ജാക്കി വെക്കുക എന്ന് പറയും, കൊളോക്കിയൽ ലാംഗ്വേജ്, സോറി, ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഉപയോഗിക്കേണ്ടി വന്നത് ക്ഷമിക്കണം. ഞങ്ങൾ ഫ്രണ്ട്സ് തമ്മിൽ പറയുന്ന ഒരു ചെറിയൊരു കൊളോക്കിയൽ ലാംഗ്വേജ് ആയിരുന്നു ജാക്കി വെക്കുക എന്ന് പറഞ്ഞാൽ. ചിലർ പൊക്കും, അയ്യോ നിൻ്റെ പാട്ട് കേട്ടിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു, നിന്നെ കണ്ടിട്ട് ഇത്രയും നന്നായിട്ടിരിക്കുന്നു, ജാക്കി വെച്ച് പൊക്കുക എന്ന് പറയുന്നത്. വണ്ടി അറിയാമല്ലോ, ടയർ പഞ്ചറായാൽ ജാക്കി വെച്ച് പൊക്കും, ഇങ്ങനെ കിളത്തും എന്ന് പറയുന്നത് പോലെ ആൾക്കാരെ സന്തോഷിപ്പിക്കും, പൊക്കും. ജാക്കി വെക്കുമ്പോഴേ ഓർത്തോണം എവിടെയോ ടയർ ഊരാനാണ്. എവിടെങ്കിലും ആരെങ്കിലും പൊക്കി തുടങ്ങുമ്പോഴേ മനസ്സിലാവും എങ്ങാണ്ട് ടയർ ഊരാനുള്ള പരിപാടിയാണ്, സൂക്ഷിച്ചോണം. സോ മനുഷ്യർക്കെല്ലാം ഇങ്ങനെ ഉള്ളതാണ്. ഒന്ന് പൊക്കി പറഞ്ഞാൽ 4 കാശ് വരുന്നെങ്കിൽ വരട്ടെ. ഒരു നല്ല ദൂത് അടിച്ചു വിട്ടാൽ, നല്ലൊരു പ്രവചനം അടിച്ചു വിട്ടാൽ, ആദ്യം വായിച്ചതുപോലെ ഈ പ്രവാചകന്റെ വാക്ക് കേൾക്കരുത്. കാര്യം ഇവന്റെ ഹൃദയത്തിൽ ഇവൻ നിരൂപിച്ച ചില ദർശനങ്ങളാ, ദൈവത്തിന്റെ വായിൽ നിന്ന് വന്നതല്ല. എങ്ങനെയെങ്കിലും മാനിപ്പുലേഷൻ, എന്തുവെങ്കിലും പറഞ്ഞ് ആൾക്കാരെ പ്രീതിപ്പിച്ച്, അവരുടെ പ്രീതി സമ്പാദിച്ച്, എങ്ങനെയെങ്കിലും എൻ്റെ സ്വയ താല്പര്യത്തിന്, എൻ്റെ സ്വന്തം നേട്ടത്തിന് ഞാൻ എന്തുവെങ്കിലും ചെയ്താൽ, be not deceived, വഞ്ചിക്കപ്പെടരുത്, വിതയ്ക്കുന്നത് കൊയ്തിരിക്കും. എല്ലാം കഴിഞ്ഞിട്ട് ഒടുവിൽ അങ്ങ് ചെല്ലാറാകുമ്പോൾ സ്വർഗത്തിൽ വലിയൊരു ശബ്ദം കേട്ടു, ഇതാ വഞ്ചിക്കുന്നവനെ തള്ളിയിട്ടു. ആ കൂട്ടത്തിൽ നമ്മളും കൂടെ വീഴുന്ന ശബ്ദം കേൾക്കരുത്. അവിടെ കൊണ്ട് നിർത്തുക, പെട്ടെന്ന് മുൻപോട്ട് പോകാം. മൂന്നാമത്തെ ഒരു പേര് മത്തായി സുവിശേഷം 4-ാം അധ്യായം 3-ാം വാക്യം. 1 അപവാദം പറയുന്നവൻ, 2 വഞ്ചിക്കുന്നവൻ, 4-ാം അധ്യായം 3-ാം വാക്യം മത്തായി സുവിശേഷം. അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്ന്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. അപവാദം പറയുന്നവൻ, 2 വഞ്ചിക്കുന്നവൻ, 3 the tempter, പരീക്ഷിക്കുന്നവൻ. പരീക്ഷിക്കുന്നവൻ. ഇത് അതിനേക്കാൾ ഇച്ചിരി പ്രശ്നമുള്ളതാണ്. 1-2 വാക്യങ്ങൾ, സമയത്തിന്റെ ചുരുക്കം കൊണ്ട് ഞാൻ വാക്യങ്ങൾ പറഞ്ഞു പോകാം, വായിക്കുന്നില്ല. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം, ഫസ്റ്റ് ക്രോണിക്കിൾസ് ചാപ്റ്റർ നമ്പർ 21 വേഴ്സ് 1, 21-1. ഇതാ സാത്താൻ ഇസ്രായേലിന് വിരോധമായിട്ട് ഒന്ന് എഴുന്നേറ്റു. എന്നിട്ട് ദാവീദിന്റെ ഹൃദയത്തിൽ ഒരു ചിന്ത കൊണ്ടിട്ടു, ഇസ്രായേൽ ജനത്തെ മുഴുവൻ ഒന്ന് എണ്ണണം.
നമ്പർ ദ പീപ്പിൾ. ആൾക്കാരെ മുഴുവൻ എണ്ണണം. ഇസ്രായേൽ ജനത്തിന് വിരോധമായി എഴുന്നേറ്റ സാത്താൻ ഇതാ ദാവീദിന്റെ ഹൃദയത്തെ ഒന്ന് ടെംപ്റ്റ് ചെയ്തു. അവന്റെ ഹൃദയത്തിനകത്ത് ഒരു പുതിയ ഐഡിയ, ഒരു പുതിയ ആശയം. കർത്താവിനെ പരീക്ഷിക്കുവാൻ പിശാച് മരുഭൂമിയിൽ അടുത്തു വന്നപ്പോൾ അകത്ത് ഐഡിയസ്, ചിന്തകൾ കൊണ്ടിട്ടു. അപ്പത്തോട് കല്ലിനോട് അപ്പമാകാൻ കൽപ്പിക്കുക, മുകളിൽ നിന്നെടുത്ത് ചാട്. ഐഡിയസ്, ടെംപ്റ്റേഷൻസ്. ഇതാ പരീക്ഷകൾ. ആദ്യത്തേത് അപവാദം, മനസ്സിലല്ല, നമ്മൾ അറിയുന്ന പോലുമില്ല, സ്വർഗത്തിൽ നടക്കുന്നതാണ്. 2, വഞ്ചിക്കുക. ഞാൻ ചെയ്ത പ്രവർത്തികൾക്കനുസരിച്ച് ഞാൻ തന്നെ അതിന്റെ പ്രതിഫലം വാങ്ങിക്കുക. പിശാച് അതിൽ കൂടെ കടന്ന് എന്നെ തകർത്ത് കളയുക. 3, മനസ്സിന്റെ അകത്ത് കൊണ്ടിടുന്ന ചിന്തകൾ. ദാവീദ് ജനത്തെ എണ്ണി. ഇസ്കറിയോത്തായ യൂദ ഇതാ യേശു കർത്താവിനെ ഒറ്റിക്കൊടുക്കുവാൻ അവന്റെ അകത്തേക്ക് സാത്താൻ കയറി. അനന്യാസും സഫീറയും പരിശുദ്ധാത്മാവിനോട് കളവ് പറയുവാൻ അവരുടെ അകത്ത് പിശാച് ആശയങ്ങൾ, കള്ളത്തരം നിറച്ചു. കർത്താവിന്റെ മനസ്സിൽ ആശയങ്ങൾ കൊണ്ടിട്ടു. പത്രോസ് പറയുകയാണ്, കർത്താവേ, ഇതൊന്നും നിനക്ക് സംഭവിക്കരുത്, നീ ഇങ്ങനെ മരിക്കരുത്. മാറ്റി നിർത്തി ശകാരിച്ചു, മാറ്റി നിർത്തി വഴക്ക് പറഞ്ഞു. കർത്താവ് പറഞ്ഞു, സാത്താനെ, എന്നെ വിട്ടുവാ. ടെംപ്റ്റേഷൻസ്, മനസ്സിൻ്റെ അകത്ത് കൊണ്ടിടുന്ന ടെംപ്റ്റേഷൻസ്. എങ്ങനെ ഇതിനെ ജയിക്കാൻ സാധിക്കും? വളരെ സിമ്പിളായി. ഇത് നമ്മൾ പഠിച്ചെങ്കിൽ പിശാചിന് ഒരിക്കലും നമ്മളെ പരാജയപ്പെടുത്തുവാൻ സാധിക്കുകയില്ല. 2 വാക്യങ്ങൾ അവിടെ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. 1, മത്തായി സുവിശേഷം 6-ാം അധ്യായം 13-ാം വാക്യം കർത്താവിന്റെ വായിൽ നിന്ന് വന്ന വാക്കുകളാണ്. കർത്താവിന്റെ വായിൽ നിന്ന് വന്നതാണ്. മത്തായി സുവിശേഷം 6:13. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. മതി. ഞാൻ ഇന്ന് ആരോടും കൈ ഉയർത്താൻ ആവശ്യപ്പെടുന്നില്ല. പക്ഷേ എല്ലാ ദിവസവും കർത്താവേ, അന്നന്നത്തേക്കുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ച കർത്താവ് ഓരോ ദിവസവും നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഇതാ, കർത്താവേ, പിശാചിന്റെ സകല തന്ത്രങ്ങളിൽ നിന്നും, അവന്റെ എവറി ടെംപ്റ്റേഷൻ, പരീക്ഷയിൽ നിന്നും, ദുഷ്ടനിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ. ബിലീവ് മീ, ഞാൻ ഈ ആശയം എൻ്റെ ഹൃദയത്തിൽ ദൈവാത്മാ വെളിപ്പെടുത്തിയതിനു ശേഷം എവറി സിംഗിൾ ഡേ ഓഫ് മൈ ലൈഫ് ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ്, കർത്താവേ, ഇന്ന് എന്നെ പരീക്ഷയിലേക്ക് കടത്തരുതേ, എന്ന് ദുഷ്ടനിൽ നിന്നും എന്നെ വിടുവിക്കണമേ. പ്രാർത്ഥിക്കുവാൻ സാധിക്കുമോ? പിശാചിന്റെ ആഗ്രഹം എങ്ങനെയെങ്കിലും, ഇത് അത്രയും സിമ്പിളാണ് പാസ്റ്ററെ, കുറച്ചും കൂടെ ആഴമേറിയ, മാർമികമായ, ഘനമുള്ള, കട്ടിയുള്ള, ഇതിനേക്കാൾ കട്ടിയുള്ള എന്തുവാ? എല്ലാ ദിവസവും കർത്താവേ, എന്നെ പിശാചിന്റെ വഞ്ചനയിൽ നിന്നും, അവന്റെ പരീക്ഷയിൽ നിന്നും, ദുഷ്ടനിൽ നിന്നും വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു നോക്കാം. ഓരോ ദിവസവും ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചാൽ ജീവിതത്തിൽ വീഴുകയില്ല. ഓരോ ദിവസവും പിതാവിന്റെ അടുക്കൽ പുത്രനിൽ കൂടെ രക്ഷയ്ക്കായി ചെന്നു കഴിഞ്ഞാൽ നിങ്ങൾ വീഴുകയില്ല. പകരം അപവാദിയുടെ, വഞ്ചിക്കുന്നവന്റെ, പരീക്ഷകന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുവാൻ ഇന്ന് ദൈവത്തിന്റെ കരം നമ്മൾക്ക് അനുകൂലമായിട്ടിരിക്കുകയാണ്. സാത്താന് മറ്റൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കാണുന്നു, 18 സംവത്സരം ഒരു സ്ത്രീ, അവൾ കൂനിയായിരുന്നു. A spirit of infirmity, രോഗത്തിന്റെ ആത്മാവിനാൽ അവൾ ബാധിക്കപ്പെട്ടു. ഒക്കെ ഇന്ന് വരുവാൻ സാധിക്കില്ല, കുനിഞ്ഞു നിൽക്കുകയാണ്. കർത്താവ് അവളോടൊന്ന് പറഞ്ഞു, സൗഖ്യമാകുക. ആ സെന്റൻസ് ഫുൾ സ്റ്റോപ്പ് ഇട്ടു. ഒന്നും സംഭവിച്ചതായി കാണുന്നില്ല. അത് കഴിയുമ്പോൾ യേശു കർത്താവ് അടുത്തിയെന്ന് ഒന്ന് തൊട്ടു. വാക്കിന്റെ മുൻപിൽ ചലിക്കാഞ്ഞത് സ്പർശനത്തിന്റെ മുൻപിൽ ചലിച്ചു. ഉടനെ അവൾ നിവർന്നു നിന്നു. നിവർന്നിന്നൊന്നെ 16-ാമത്തെ വാക്യത്തിലാന്ന് തോന്നുന്നു കർത്താവ് പറയുക, സാത്താൻ 18 വർഷങ്ങളായി ബന്ധിച്ച ഇവൾ രോഗത്തിന്റെ ആത്മാവിനാൽ പിശാചിന് ബന്ധിക്കുവാൻ സാധിക്കും. ദർശനത്തിലേക്ക് കടക്കാതെ അപവാദത്താൽ, വഞ്ചനയാൽ, പരീക്ഷകളാൽ, ബന്ധനങ്ങളാൽ പിശാച് ദർശനത്തിൽ നിന്നും മാറ്റുവാൻ നിൽക്കുമ്പോൾ ഇന്ന് സഭയോട് ഒരു വാഗ്ദത്തം ഓർപ്പിക്കട്ടെ, എന്നും നമ്മൾക്ക് ദർശനത്തിലേക്ക് കടക്കുവാൻ സാധിക്കും. പിശാചിന്റെ തന്ത്രങ്ങളെ ചെറുത്തു നിൽക്കുവാൻ, അവന്റെ പ്രവർത്തികളെ ചെറുത്തു നിൽക്കുവാൻ സഭ ഉണർന്നാൽ ഇന്ന് ഞാൻ പറയട്ടെ, ചിലത് വൻ കാര്യങ്ങൾ ദൈവം ചെയ്യുവാൻ പോകുക. അടുത്ത ചില നിമിഷങ്ങൾ പ്രാർത്ഥിക്കുവാൻ പോകുക. ഞാൻ വിശ്വസിക്കുന്നു ചിലരെ ദൈവം റിലീസ് ചെയ്യുവാൻ പോകുക. ചില ദർശനങ്ങൾ ഈ സീസണിലേക്ക് ആവശ്യമുള്ളത് ദൈവം റിലീസ് ചെയ്യുവാൻ പോകുക. വർഷിപ്പ് ടീം പ്ലീസ് കം അപ്പ്. ദയവായി സഭ മുഴുവൻ ഒന്ന് എണീറ്റ് നിൽക്കണം. ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുമ്പോൾ, ഇന്ന് പകൽക്കാലം സഭ മുഴുവൻ ഒന്ന് ജാഗരിക്കുമ്പോൾ പിശാചിന്റെ അപവാദങ്ങളെ, പിശാചിന്റെ തന്ത്രങ്ങളെ, പിശാചിന്റെ വഞ്ചനയെ, പിശാചിന്റെ പരീക്ഷകളെ, അവന്റെ ദുഷ്ടത
അസ്വസ്ഥതയെ, അവന്റെ ബന്ധനങ്ങളെ പൂർണ്ണമായി അതിജീവിച്ച് ദൈവം തരുന്ന ആ ദർശനങ്ങൾ, ദൈവം തരുന്ന ആ കാഴ്ചപ്പാടുകൾ, ദൈവം തരുന്ന ആ വിഷൻ, ആ ദർശനം ഇന്ന് ചിലരുടെ ജീവിതത്തിൽ അതൊന്ന് റിലീസ് ആകുവാൻ, ദർശനത്തിലേക്ക് ചിലർ ഒന്ന് റിലീസ് ആകുവാൻ, ദർശനത്തിലേക്ക് ചിലർ കടക്കുവാൻ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ കരം ചിലരുടെ മേൽ വരികയാണ്. ചില നിമിഷങ്ങൾ പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചാട്ട് കർത്താവേ, ഇന്ന് ഞങ്ങൾ സഭയായി പ്രാർത്ഥിക്കുകയാണ്. വ്യക്തികൾക്ക് വിരോധമായി, കുടുംബങ്ങൾക്ക് വിരോധമായി, സഭയ്ക്ക് വിരോധമായി അപവാദം പറയുന്ന പിശാചിന് വിരോധമായി ആത്മാവിനാൽ ഒന്ന് എഴുന്നേൽക്കുവാൻ, ആത്മാവിൽ ഞങ്ങൾ ഒന്ന് ഉണരുവാൻ കർത്താവേ, ഞങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ കർത്താവിൽ കൂടെ കടന്നു വരുവാൻ, യേശുക്രിസ്തു ഞങ്ങളുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൽ കൂടെ പിതാവിന്റെ അടുക്കൽ കടന്നു വന്ന് ഞങ്ങൾക്ക് വേണ്ടി സദാ പക്ഷവാദം ചെയ്യുന്ന ഞങ്ങളുടെ കർത്താവിന്റെ സന്നിധിയിൽ ഞങ്ങൾ വിടുതൽ പ്രാപിക്കുവാൻ, വഞ്ചിക്കപ്പെടാതിരിക്കുവാൻ, ഞങ്ങളുടെ ഓരോ പ്രവർത്തികളും ഹൃദയശുദ്ധിയോടെ ഞങ്ങൾ പ്രവർത്തിക്കുവാൻ, വിതയ്ക്കുന്നത് കൊയ്തിരിക്കും എന്നുള്ള രഹസ്യം, ആ വലിയ മർമ്മം മനസ്സിലാക്കി ഞങ്ങൾ ചെയ്യുന്ന നിസ്സാര കാര്യങ്ങളും വഞ്ചകന് സ്ഥലം കൊടുക്കാതെ, പരീക്ഷയിലേക്ക് ഞങ്ങളെ കടത്താതെ ഞങ്ങൾ ഓരോ ദിവസവും പ്രാർത്ഥിച്ച് പിശാചിനോട് എതിർത്ത് നിന്ന്, താങ്ക് യു ലോർഡ്, സഭയ്ക്കകത്തേക്ക് ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ കാവൽ വന്നു കഴിഞ്ഞ് ഒരു ദർശനത്തിന്റെ പകർച്ച കർത്താവ് ആരംഭിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. പിശാചിന് തൊടുവാൻ കഴിയാതെ ചിലർ ആത്മീയരായി ശക്തന്മാരായി ഉണരുന്ന ചിലരെ വിശ്വസ്തരായി ദൈവം കാണുന്ന ചില സഹോദരിമാരിലേക്ക്, ചില സഹോദരന്മാരിലേക്ക് ചില കാഴ്ചപ്പാടുകളെ, ദർശനങ്ങളെ ദൈവം പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഭൂമിയിലും വരുംകാലം നിത്യതയുടെയും വെളിച്ചത്തിൽ ചില ദർശനങ്ങളെ പിശാച് തൊടാതെ, പിശാച് കവർന്നു കളയാതെ, പിശാച് തകർത്ത് കളയാതെ, പിശാച് ചിലതിനെ വഞ്ചിച്ചു കളയാതെ, പിശാച് കുടുക്കി കളയാതെ, പിശാച് ഒതുക്കി കളയാതെ, പിശാചിന്റെ പദ്ധതികൾ ഒരിക്കലും ഫലമാകാതെ കർത്താവേ, ചിലതിനെ ചില ദർശനങ്ങൾ കൊടുക്കുവാൻ ചില സീസൺസ് ഓപ്പൺ അപ്പ് ആകട്ടെ. ചില കാഴ്ചപ്പാടുകളുടെ ചില സീസൺസ്, ചില കാലഘട്ടങ്ങൾ തുറന്നു വിടുകയാണ്. Let the windows of heaven be open. സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ തുറന്നിരിക്കട്ടെ. ചിലർക്ക് വേണ്ടി ദർശനങ്ങളെ റിലീസ് ചെയ്യുകയാണ്. ഒരു വിഷ്വൽ, ഒരു ദർശനമായി, ഒരു കാഴ്ചപ്പാടായി, ഒരു ടെലിവിഷൻ സ്ക്രീനിൽ കാണുന്നത് പോലെ രാത്രിയാമങ്ങളിലെ ദർശനങ്ങളാൽ, രാത്രിയാമങ്ങളിലെ വെളിപ്പാടുകളാൽ ചിലരുടെ അകത്തേക്ക് ചില ദർശനങ്ങൾ എന്റെ ദൈവം അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. Thank you Lord. കരങ്ങൾ ശക്തിയോടെ അടിച്ച് ചില നിമിഷങ്ങൾ പ്രാർത്ഥിച്ചാട്ട്. Lord, in the mighty name of Jesus. ശുശ്രൂഷകന്മാർക്ക് ആവശ്യമുള്ള ചില കാഴ്ചപ്പാടുകൾ, ശുശ്രൂഷകർക്ക് ആവശ്യമുള്ള ചില കാഴ്ചപ്പാടുകൾ, വഞ്ചകന് തൊടുവാൻ കഴിയാത്തതുപോലെ, അപവാദിക്ക് തൊടുവാൻ കഴിയാത്തതുപോലെ, പരീക്ഷയിലേക്ക് കടക്കാത്തവരായി, ആത്മീയരായി ശക്തന്മാരായി, ആത്മീയരായി ചിലർ ബലവാന്മാരായി മുൻപോട്ട് പോകുവാൻ, ആത്മാവിന്റെ കാഴ്ചപ്പാടുള്ളവരായി, ആത്മാവിന്റെ വചനത്തിന്റെ ആഴമേറിയ മർമ്മങ്ങൾ ഗ്രഹിച്ചവരായി ചില പിശാചിനോട് ചേർത്ത് നിൽക്കുവാൻ, അവസാനം വരെ, അന്ത്യം വരെ ഞങ്ങളെ സൂക്ഷിക്കുവാൻ കഴിയുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിച്ച തക്ക സമയത്ത് ഉയർത്തേണ്ടിയന് ബലമുള്ള കരക്കീഴിൽ ഞങ്ങൾ താഴ്മയോടെ ഞങ്ങളെ തന്നെ താഴ്ത്തുവാൻ, ദൈവിക കാഴ്ചപ്പാടുകൾ, ദൈവിക ദർശനങ്ങൾ റിലീസ് ആകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ചാട്ട്, എല്ലാവരും ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചാട്ട്. കർത്താവേ, എന്റെ പദ്ധതികളല്ല, എന്റെ വഴികളല്ല, അങ്ങയുടെ വഴികൾ എന്റെ വഴികളേക്കാൾ ഉയർന്നതാണെന്ന് ഞാൻ അറിയുന്നു. ആ വഴികൾ എന്റെ ഹൃദയത്തിലേക്ക്, എന്റെ ആത്മകണ്ണുകളിലേക്ക്, എന്റെ ആത്മാവിലേക്ക് എന്റെ ദൈവമേ ഒന്ന് പകരണമേ. രാത്രിയാമങ്ങളിലായിരിക്കും, അല്ല പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും പരിശുദ്ധാത്മാവിനെ എന്റെ മേൽ പകരുമ്പോൾ ആ ചില ദർശനങ്ങൾ എന്റെ അകത്തേക്ക് വരുവാൻ ഇതാ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാണ്. താങ്ക് യു ലോർഡ്. പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിൽ ഞാൻ പറയട്ടെ, ചിലർക്ക് വേണ്ടി ഒരു പുതിയ സീസൺ ദൈവം ഓപ്പൺ ചെയ്യുകയാണ്. താങ്ക് യു ലോർഡ്. ആ സീസൺ ദർശനത്തിന്റെ ഒരു സീസൺ ആയിരിക്കും. കൊയ്ത്തും കഴിഞ്ഞു, വിതയും കഴിഞ്ഞു, കൊയ്ത്തും കഴിഞ്ഞു. ഞാനോ എല്ലാം നഷ്ടമാക്കി എന്നാരും നാളെ പറയാതിരിക്കുവാൻ ഈ സീസൺ കഴിയും. ചിലപ്പോൾ ഒരാഴ്ചയായിരിക്കും, ചിലപ്പോൾ 10 ദിവസമായിരിക്കും, ചിലപ്പോൾ ഒരു മാസമായിരിക്കും, ചിലപ്പോൾ 3 മാസങ്ങളായിരിക്കും. ഐ ഡു നോട്ട് നോ. എനിക്ക് സമയങ്ങളെ കുറിച്ച് അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ അറിയുന്നു, there is a season. ആ ദർശനങ്ങൾ കൈമാറുന്ന ഒരു സീസൺ ഇന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ച് റിലീസ് ചെയ്യുകയാണ്. ഓരോരുത്തർക്ക് ആവശ്യമുള്ള ദർശനങ്ങൾ ഏറ്റെടുത്തോണം. കർത്താവേ, അടുത്ത 1 വർഷത്തേക്ക്, അടുത്ത 5 വർഷത്തേക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തെടുക്കേണ്ടത്, നിത്യതയുടെ വെളിച്ചത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന, എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്ന ദർശനം, സഭയെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ദർശനം, വെളിപ്പാടുകളിൽ കൂടെ, ദർശനങ്ങളിൽ കൂടെ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ആത്മാവിൽ കർത്താവേ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു.